JRC എല്ലാവർക്കും നമസ്കാരം. അർസിമിലുള്ളവരുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം, ഇതിനെ കുറച്ച് ദൂരെ നിന്ന് നോക്കിക്കാണുന്നവരുണ്ടായിരിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ക്യാപ്ഷനിൽ എഴുതിയിരുന്നു എങ്ങനെ സന്തോഷം കണ്ടെത്താന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ 42 പേര് പങ്കെടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു, എത്ര പേര് ഹാപ്പിയാണെന്ന്. ഒരാള് പകുതി കൈ ഉയർത്തി, മറ്റാരും കൈ ഉയർത്തിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്, ഇല്ല തീരുമാനം കൊണ്ടാണോ കൈ ഉയർത്താത്തതെന്ന് ചോദിച്ചപ്പോൾ ആള് പറയാ ഇടയ്ക്കൊക്കെ ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ ഭൂരിപക്ഷ സമയത്ത് നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെയാണ്. അപ്പൊ ചോദിച്ചു എന്താ പ്രശ്നം, എന്നും അസുഖമാണ്, എന്നും രോഗങ്ങളാണ്, കയ്യിൽ പൈസയില്ല. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ 2 കാരണങ്ങളേ ഉള്ളൂ. അത് ഒന്ന് ഹെൽത്ത് വൈസ്, 2 വെൽത്ത് വൈസ്. ഇത് രണ്ടിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് RCMനെ എടുക്കാം. റേറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ഇടനിലക്കാരില്ലാതെ പരസ്യക്കാരില്ലാതെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഉൽപ്പന്നങ്ങളുമായ വിലയിൽ നമുക്ക് കയ്യിലെത്തുമ്പോൾ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല ആരോഗ്യവും അതിന്റെ വിപണനത്തിലൂടെ ഒരു വരുമാനം കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. എന്നെ പരിചയപ്പെടുത്തി ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനമായ യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 19.5 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. RCMൽ വന്നിട്ട് ഏകദേശം 18.5 വർഷം. രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഹൗ ടു ലീവ് വിത്തൗട്ട് മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ആശയത്തെ ആളുകളിലേക്ക് എത്തിക്കുന്നു. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്റെ കൂടെ വരുന്ന ഒരുപാട് ആളുകൾ ഹാപ്പിയാണ്. ഏകദേശം ഒരു 4-5 മാസം മുൻപ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ഒരു പഠനം പറയുന്നത് ഒരു ആവറേജ് ഇന്ത്യൻ ഫാമിലി ഒരു മാസം 3632 രൂപ മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് മാറ്റിവെക്കുന്നു. ഞാൻ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കി. ഏകദേശം 19.5 വർഷം ഇൻറ്റു 12 മാസം ഇൻറ്റു 3632, അപ്രോക്സിമേറ്റ്ലി 8.3 lakh rupees. 8.3 ചെറിയ എമൗണ്ട് അല്ല. അത് എനിക്ക് സേവ് ചെയ്യാൻ പറ്റി, ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റി, ഒരുപാട് ടെൻഷനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റി. മറ്റെല്ലാവരെയും പോലെ മരുന്നുകൾ ലോകത്ത് കഴിഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ. ലിവർ സംബന്ധമായ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്ന എയർഫോഴ്സ് ലൈഫിനിടയിൽ ജീവന് 1 വർഷം ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ്. അതിൽ നിന്ന് തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് പ്രകൃതി ജീവനം. അതായത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, അതിൽ വേറെ മാജിക് ഒന്നുമില്ല. എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളും സത്യത്തിൽ എന്നേക്കാൾ ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ള ആളുകളാണ്. അവർ പറയുന്ന കട്ടിയുള്ള രോഗങ്ങളെ കുറിച്ച് സത്യത്തിൽ എനിക്ക് മനസ്സിലാവാറില്ല. ബട്ട് അവരുടെ ശരീര ലക്ഷണം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ജീവിതശൈലി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് തക്കതായ നിർദ്ദേശം കൊടുത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ 90% ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 100% മാറിയ കേസുകളുണ്ട്, പക്ഷെ ഒരു ആവറേജ് ഒരു 90%. അപ്പോ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ, നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നൽകുമെങ്കിൽ അത് എവിടുന്ന് കിട്ടുന്നൊരു ചോദ്യം വരും. ഇത് നമുക്ക് ധൈര്യമായിട്ട് കഴിച്ചുകൊണ്ടാണ്. There is a system that's called RCM, Right Concept Marketing. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഏറ്റവും ന്യായമായ വിലയ്ക്ക് കിട്ടും. വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുങ്ങും, ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യം കിട്ടും, പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വരുമാനം കിട്ടും. സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായാൽ ഈ വരുമാനത്തെ നമുക്ക് സമ്പത്തായിട്ട് മാറ്റാൻ പറ്റും. അപ്പോ ഈ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് 10-18 വർഷമായി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. കാരണം നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ്. എന്റെ കൂട്ടത്തിലുള്ള ഒരാൾ RCM ബിസിനസ്സിലൂടെ ഒരു വാഹനം എടുക്കുമ്പോൾ, അദ്ദേഹം വാഹനം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തേക്കാൾ എനിക്ക് സന്തോഷമുണ്ടോ? അതങ്ങനെയാണ്. അപ്പോ മറ്റുള്ളവരുടെ സന്തോഷം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ് RCM. അതിലേക്ക് കടന്നു വരാൻ സാധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സത്യത്തിൽ ഒരു കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാനൊന്നും പറ്റില്ല, പക്ഷെ സ്വീകരിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു ലൈഫ് ഒരു U-ടേണിലേക്ക് മാറും. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ജീവിതം അതേ രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്ന ആളുകൾക്ക് 3-4 വർഷം കഴിയുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ അസുഖങ്ങൾ വരും. ചിലപ്പോൾ കുറച്ച് പ്രഷർ വരാം, കുറച്ചുകൂടിയും കഴിയുമ്പോൾ കുറച്ച് കൊളസ്ട്രോൾ വരാം, അതിന് മരുന്ന് കഴിച്ച് ചിലപ്പോൾ ഷുഗർ വരാം. അങ്ങനെ മാറി മാറി രോഗങ്ങളും രോഗപീഠകളുമായി കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മരുന്നും കഴിക്കാതെ, ഒരു ആശുപത്രിയിലും പോകാതെ, ഒരു ഡോക്ടറെയും കാണാതെ, 1 രൂപ പോലും മരുന്നിന് ചെലവാക്കാതെ കഴിയാം എന്നൊരു ആശയം പറയുമ്പോൾ ആളുകൾ നെറ്റി ചുളിക്കും. ഇതൊക്കെ നടക്കുമോ എന്ന്? നടക്കും. നടത്തി 19.5 വർഷമായി നടത്തി കാണിച്ച വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്.
സോ നമുക്ക് എന്റെ കൂടെ കുറച്ച് സമയം യാത്ര ചെയ്യാം. ഞാൻ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ശബ്ദവും വെളിച്ചവും. വെളിച്ചം അത്യാവശ്യമാണ്, ശബ്ദം അതിലേറെ അത്യാവശ്യമാണ്, അല്ലെ? സോ ഹെൽത്ത് ഈസ് വെൽസ്. സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പാഠം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. പക്ഷെ വിദ്യ ധാരാളമുള്ള ആളുകളുണ്ട്, ആ വിദ്യയുടെ ശരിയായ അഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടില്ല, ജീവിതം വേണ്ട രീതിയിൽ ജീവിക്കാൻ പറ്റാതെ കഴിയുന്ന ആളുകളുണ്ട്. സോ ഹെൽത്ത് ഈസ് വെൽസ്. ആ ഹെൽത്ത് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. എന്റെ കൂടെ എന്ത് വേണം? ഹെൽത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യം, നല്ല തണ്ടം തടിയുണ്ട്, കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അതിനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞു. പ്രകൃതി ജീവനം എന്നൊരു മേഖല, ഞാൻ അതിൽ വളരെ ആകൃഷ്ടനാവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫ് എനിക്ക് തിരിച്ചു തന്നത് ഈ സിസ്റ്റമാണ്. ഒരു 20 വർഷം മുൻപാണ് ഞാൻ ഈ മേഖല പരിചയപ്പെടുന്നത്. അപ്പൊ അത് പഠിച്ചപ്പോൾ തോന്നി ഞാനിത് പണ്ടേ കണ്ടെത്തേണ്ടതായിരുന്നു. ആ ആശയമാണ് ഞാൻ എന്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികളോടും പറയുന്നത്. ആർസിയുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളോടും ഞാൻ ഇത് പറയുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 5 കാര്യങ്ങൾ, പഞ്ചഭൂതങ്ങൾ: ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന നിർമ്മിതി ഇതാണ്. സയൻസ് അതിനെ 7ആക്കി തിരിച്ചു. അത് ന്യൂട്രീഷന്റെ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി 5 കാര്യങ്ങൾ: ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം. നമുക്കവിടെ വെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം ഓരോ മനുഷ്യന്റെ ശരീരത്തിലും മിനിമം ഓരോ 20 കിലോ ശരീരഭാരത്തിന് 1 ലിറ്റർ വെള്ളം വേണം. ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന ആദ്യത്തെ രോഗമാണ് ഡ്രൈ സ്കിൻ. 2ാമത്തെ രോഗമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. 3ാമത്തെ രോഗമാണ് മുടി കൊഴിച്ചിൽ. 4ാമത്തെ രോഗമാണ് അങ്ങേയറ്റം വരണ്ട രീതിയിൽ വരിക. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ. ഇഷ്ടം പോലെ 60% രോഗങ്ങളും ബേസിക്കലി വെള്ളം കുടിച്ചാൽ മാറും. പക്ഷെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ബാക്കിലാണ്, പൊതുവെ ബാക്കിലാണ്. ചിലർ പറയും ദാഹിച്ചാൽ മാത്രം വെള്ളം കുടി. അല്ല, ശരീരഭാരം അനുസരിച്ച് ഒരു കൊച്ചുകുട്ടി കുടിക്കുന്ന വെള്ളമല്ല മുതിർന്നവർക്ക് വേണ്ട. കാരണം ശരീരം വലുതാണ്, കോശങ്ങളുടെ എണ്ണം കൂടുതലാണ്, വെള്ളം കൂടുതൽ കുടിക്കണം. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ 60% ആ വെള്ളം ശരിയായ രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, ഈ വെള്ളം നല്ല കടുത്ത തലവേദനയുള്ള ആളുകൾ ഒരു 1/2 ലിറ്റർ വെള്ളം ഇരുന്നുകൊണ്ട് സിപ്പായിട്ട് കുടിച്ചോളൂ. 10 മിനിറ്റ് കൊണ്ട് തലവേദനയുടെ തീവ്രത കുറയും. മൈഗ്രെയിനൊക്കെ കുറയാൻ ഇത് വളരെ നല്ലതാണ്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. സ്ത്രീകൾ പൊതുവെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ബാക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സമയാസമയങ്ങളിൽ മലമൂത്ര വിസർജനം വൃത്തിയുള്ള സാഹചര്യത്തിൽ ചെയ്യാൻ അവർക്കൊരു സൗകര്യങ്ങളില്ല, പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം മലാശയത്തിലും മൂത്രാശയത്തിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ഈ നോൺ വെജും ജങ്ക് ഫുഡും ബേക്കറി സാധനങ്ങളൊക്കെ കഴിച്ചുണ്ടാകുന്ന കൊഴുപ്പ് എല്ലാം കൂടി പതുക്കെ പതുക്കെ യൂട്രസും ഓവറിയും വലിച്ചെടുത്ത് അതിന്റെ ഉൾഭിത്തികൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഫൈബ്രോയിഡ് ഉണ്ടാവും. പിന്നീട് അത് സിസ്റ്റ് അല്ലെങ്കിൽ മുഴകളാവും. പിന്നീട് അത് പൊട്ടും. പിന്നെ അത് പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ ജീവിതകാലം മുഴുവൻ, ശരീരം മുഴുവൻ സഹിക്കാൻ പറ്റാത്ത ചൂടും ഓടിക്കളിക്കുന്ന വേദനയുമായി കഴിയുന്നവരാണ് നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്ത്രീകളും. ആർക്കൊക്കെ യൂട്രസ് ഉണ്ടോ, ആർക്കൊക്കെ ഓവറി ഉണ്ടോ, അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ കുറച്ച് സമയം നമുക്ക് വെള്ളത്തിലിരിക്കാം. കുളത്തിലോ പുഴയിലോ കനാലിലോ ഡാമിലോ ഇരുന്നാൽ ഏറ്റവും നല്ലത്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളില്ല. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ബേസിനിൽ വെള്ളം നിറച്ച് 1/2 മണിക്കൂർ ഇരിക്കാം. വെള്ളം പ്രധാനമാണ്. വെള്ളത്തിനെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധേടല്ല. ജീവനുണ്ടായത് തന്നെ വെള്ളത്തിലാണ്, അല്ലെ? ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം വെള്ളം കുടിച്ചാൽ മാറും. കാരണം നമ്മള് അരി അടുപ്പത്തിട്ടു, വെള്ളം ഒഴിക്കാൻ മറന്നു, അരി വേവില്ല, അരി കരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പ്രോപ്പറായിട്ട് ദഹിച്ച് നമ്മുടെ ബോഡിക്ക് അതിനെ ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. വെള്ളം വളരെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ വായു ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഭക്ഷണമില്ലാതെ വർഷങ്ങളോളം ജീവിക്കുന്ന യോഗികൾ ഹിമാലയ സാനുക്കളിലുണ്ട്. വെള്ളം ഇല്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ വായു ഇല്ലാതെ 3 മിനിറ്റ് കൂടുതൽ ആർക്കും കഴിയാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വായുവിനെ നമ്മൾ യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല. ശ്വസിക്കാറുണ്ടോ ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനം നടക്കാറില്ല. അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനത്തിന് പറയുന്ന പേരാണ് പ്രാണായാമം. ആയാമം മീൻസ് കൺട്രോൾ, പ്രാണൻ മീൻസ് ജീവവായു. ജീവവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് ജീവനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചെറുതായിട്ട് കുറച്ച് സമയം, ഒരു 20 മിനിറ്റ് നമ്മുടെ ലൈഫിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. 20 മിനിറ്റ്സ് ഡെയിലി ഫോർ എക്സസൈസ്. ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. ഹാർട്ടിന് കംപ്ലൈന്റ് വന്നതിന് ശേഷം ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഫുഡ് സപ്ലിമെന്റ് അന്വേഷിച്ച് വരുന്ന ആളുകൾ ഇന്നലെയും വിളിച്ചു, മിനിഞ്ഞാന്നും വിളിച്ചു. അറ്റാക്ക് വന്ന് ഇനി എന്ത് ചെയ്യണം? അറ്റാക്ക് വരാതിരിക്കാനാണ് ചെയ്യേണ്ടത്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ്, ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താനല്ല. ഡെയിലി ഒരു 20 മിനിറ്റ്, ഞാൻ അരമണിക്കൂർ പറയുന്നില്ല, കാരണം എല്ലാവരും നല്ല തിരക്കല്ല. 20 മിനിറ്റ് സ്വന്തം ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കൂടും, നല്ല കൂടും, പ്രതിരോധ ശേഷി കൂടും, രോഗങ്ങൾ വരില്ല. സോ വായു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആവറേജ് മലയാളിയുടെ ശ്വാസകോശത്തിന്റെ 30% പോലും ആൾ ഉപയോഗിക്കുന്നില്ല. ബാക്കി 70% പൊടിയടിഞ്ഞു കിടക്കുക. അപ്പോൾ 30% ഓക്സിജൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വീണ്ടും കൊറോണ വരാൻ പോകണമെന്നൊക്കെ കേട്ടു. എന്തോ ആവട്ടെ. അപ്പൊ വെള്ളം, വായു, സൂര്യപ്രകാശം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗങ്ങളും ഇല്ല.
ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ആരോഗ്യം ചെയ്ത് ആരോഗ്യം സൂര്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക. ആ സൂര്യനെതിരെ കൊട പിടിച്ച് നടക്കുന്നവർ രാവിലെ 9 മണിക്ക് മുമ്പുള്ള ഇളംവെയില്, വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള പോക്കുവെയില്. പോക്കുവെയിലേറ്റാൽ പൊന്നാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ശരീരമല്ല പൊന്നാകുന്നത്, ആരോഗ്യമാണ് പൊന്നാകുന്നത്. അപ്പൊ വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശം ശരീരം അതിനെ കൺവെർട്ട് ചെയ്യുന്നു. വൈറ്റമിൻ ഡി പല്ലിനും എല്ലിനും തൈറോയിഡിനും നല്ലത്. എല്ലാവർക്കും പല്ലിന് പ്രശ്നം, ദന്ത ഡോക്ടർമാര് സുഖമായിട്ട് ജീവിക്കുന്നു. എല്ലാവർക്കും എല്ലിന് പ്രശ്നം, എവിടെ നോക്കിയാലും ഓർത്തോ 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 എന്ന് മാത്രം കേൾക്കാം. തൈറോയിഡിന്റെ കാര്യത്തിൽ കേരളം നമ്പർ 1. ആദ്യം സ്ത്രീകൾക്ക് മാത്രം ഉണ്ടായിരുന്ന രോഗം ഇന്ന് പുരുഷന്മാരും ആ രംഗത്തേക്ക് ധൈര്യപൂർവ്വം കടന്നു വന്നിരിക്കുകയാണ്. അൺഒഫീഷ്യൽ കണക്കനുസരിച്ച് എറണാകുളം ജില്ലയിൽ മാത്രം ഏറ്റവും കൂടുതൽ IT കമ്പനികൾ മറ്റുള്ള ഈ എറണാകുളം ജില്ലയിൽ മാത്രം അൺഒഫീഷ്യലി 52% ആളുകൾ തൈറോയിഡിന്റെ പിടിയിലാണ്. ഏകദേശം ഒരു മധ്യവയസ്സ് പിന്നിട്ട ആളുകൾ. ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിന് മരുന്ന് കഴിക്കാം ആയുഷ്കാലം. ഇതൊന്നും അവസാനിക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്കിൻ സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്കും ഡിപ്രഷന് ഇതിലും മരുന്ന് വേറെയില്ല. താരതമ്യേന കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഹൃദ്രോഗത്തിന് ഇതിലും നല്ലൊരു മരുന്ന് വേറെ രാവിലെ 9 മണിക്ക് മുമ്പുള്ള ഇളംവെയില്, വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള പോക്കുവെയില്. അപ്പോ വെള്ളമായി, വായുവായി, അഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ, ഭൂമി, മണ്ണുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. ഒരു 10 മിനിറ്റെങ്കിലും മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കും. വാക്ക് ഓൺ ബെയർ ഫുട്സ്. നഗ്നപാതയെ നമ്മളെ വീടിന്റെ ഉള്ളിൽ മൊസൈക്ക് ഇട്ടു, ടൈൽസ് ഇട്ടു, മാർബിൾ ഇട്ടു, ഗ്രാനൈറ്റ് ഇട്ടു, ഉമ്മറത്ത് അല്പം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇന്റർലോക്ക് കട്ട വധിക്കും. അതിനിടയിൽ കൂടെ ഒരു ചെടി കിളുത്ത് വന്നാൽ അത് വലിച്ചെടുത്ത് അവിടെ കോൺക്രീറ്റ് ഇട്ട് പൊത്തും. മണ്ണുമായിട്ട് യാതൊരു ബന്ധവും. ഒരു 10 മിനിറ്റ് മണ്ണിലൂടെ നടക്കുന്ന ഒരു നല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ പേഷ്യൻസിനോട് പറയുമ്പോൾ അവരൊക്കെ കണ്ടും വീഴ്ച നോക്കും. ഇതൊക്കെയാണോ പറയാൻ പോണത് അല്ലെ? പഥ്യങ്ങൾ പറയുന്നത് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്കും ഇഷ്ടമല്ല. ദെൻ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശം. സോ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഒരുപാട് സൂക്ഷ്മ ശക്തികളുണ്ട്. ആ സൂക്ഷ്മ ശക്തികൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമ്മൾ ഉപവാസങ്ങൾ എടുക്കുമ്പോഴാണ്. പൂർണ്ണ ഉപവാസം നിർബന്ധമില്ല. ഭാഗികമായ ഉപവാസത്തിന് നമുക്ക് പറയാം എങ്ങനെ, ഒരു നേരം ഇരിക്കാത്ത ഭക്ഷണം കഴിക്കുക. ഞാൻ കഴിഞ്ഞ 19.5 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഫോളോ ചെയ്യുന്നു. ഒരു നേരത്തെ ഭക്ഷണം, റോ ഫുഡ്, വേവിച്ച പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, മുളപ്പിച്ച ധാന്യങ്ങള്, കരിക്ക്, തവിട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കും. ഇതെല്ലാം റോ ഫുഡിൽ പെടും. കഴിച്ചോളൂ. ഈ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു രോഗങ്ങളും വരില്ല. ജീവിക്കുന്ന തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്. 5 elements: ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം. ഇതാണ് പ്രകൃതി ജീവനത്തിന്റെ ബേസ്. ഈ പ്രകൃതി ജീവനത്തിന്റെ അതേ തത്വങ്ങളാണ് RCMൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി അതിൽ അത്രമാത്രം RCMൽ ആകർഷണമായി രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഹൗ ടു ലീവ് വിത്തൗട്ട് മെഡിസിൻ, എങ്ങനെ മരുന്നുകളില്ലാതെ ജീവിക്കാം എന്നൊരു ആശയത്തെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു 19 വർഷത്തിനിടയിൽ ഒരു 8000-ലധികം ക്ലാസ്സുകൾ ഓൺലൈനും ഓഫ്ലൈനും ഇന്ത്യയിലും പുറത്തും പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. കുറെ ആളുകൾ അതിനെ സ്വീകരിച്ചു, കുറെ ആളുകൾ അതിനെ നിരാകരിച്ചു. സ്വീകരിച്ച ആളുകൾ ദീർഘായുസോടുകൂടി ജീവിച്ചു, നിരാകരിച്ച ആളുകൾ എവിടെയെന്ന് എനിക്കറിയില്ല. സോ ഇറ്റ്സ് യുവർ ചോയ്സ്. ഇത് വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് ശരിയായ വ്യായാമം, സ്ട്രെസ് ഇല്ലാത്ത ജീവിതം. സ്ട്രെസ് ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണം. പിന്നെ എന്ത് വേണം? കയ്യിൽ അത്യാവശ്യം പൈസയും വേണം, അല്ലെ? പിന്നെ വെള്ളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് റിപ്പീറ്റേഷൻ ആണ്. ഇപ്പൊ RCM എന്ന സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്. കൺസ്യൂമബിൾ പ്രൊഡക്റ്റുകളാണ്. അഫോർഡബിൾ, നമുക്ക് താങ്ങാവുന്ന വിലയുള്ളൂ. ആവർത്തന സ്വഭാവമുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇന്നും വേണം, നാളെയും വേണം, 5 കൊല്ലം കഴിഞ്ഞാലും വേണം. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ. ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം. ഉപയോഗിക്കാത്ത ആളുകള് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് തീരുമാനിക്കുക. എന്റെ വാക്കുകളൊന്നും വിശ്വസിക്കേണ്ട. ഇതിലൊരു മാസ്റ്റർ പീസ് ഉണ്ട്. 10222 പ്രൊഡക്റ്റുകൾ ആസ് ഓഫ് നൗ RCMൽ ഉണ്ട്. എന്നാൽ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന 400-ലധികം ഉൽപ്പന്നങ്ങൾ. അതിലൊരു മാസ്റ്റർ പീസ് ആണ് അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഫിസിക്കൽ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. ഏകദേശം 34 അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഈ എണ്ണ, ഇതൊരു എണ്ണയല്ല, അമൃതമാണ്. കാരണം ഇത് സർവ്വരോഗ സംഹാരിയാണ്. എന്നാൽ ഒരു മരുന്നല്ല. നല്ല ഭക്ഷണം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. മരുന്നുകൾ ആരോഗ്യം നൽകുന്നില്ല. രോഗാവസ്ഥയെ താൽക്കാലികമായി അടിച്ചമർത്തി നമുക്കൊരു ആശ്വാസം തരും. അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല, പെർമനന്റ് ആയിട്ട് മാറുന്നില്ല. ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഒരാൾ 1 വർഷം കഴിച്ചു, 2 വർഷം കഴിച്ചു, 3 വർഷം കഴിച്ചു, 100 വർഷം കഴിച്ചാലും എന്നാണോ മരുന്ന് നിർത്തുന്നത് പിന്നെ വീണ്ടും ഷുഗർ സ്റ്റാർട്ട് ചെയ്യും. ശരിയല്ലേ? അത്രയേ ഉള്ളൂ. അത് ഹാർട്ട് BP ഉള്ള ഇതേ അവസ്ഥ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതിനെ പതുക്കെ നമുക്ക് സബ്സിഡി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുക. ഏകദേശം 12 കിലോ തവിട് ന്യൂമാറ്റിക് കംപ്രഷനോടെ, കോൾഡ് കംപ്രഷനോടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ 4 തരത്തിൽ ഉപയോഗിക്കാം. ഇത് തലയിൽ തേക്കാം,
മേല് തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം, പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് 4 കഴിഞ്ഞ 16.5 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നു. സോ അവർ പോളിസി ഈസ് നോ ഡോക്ടർ, നോ ഹോസ്പിറ്റൽ, നോ മെഡിക്കൽ എക്സ്പെൻസ്. ഇന്നലത്തെ ദിവസം മിനിയാത്ത ദിവസം തന്നെ 3 ഡോക്ടർമാർ വന്ന് കണ്ടു. ഒരു അലോപ്പതി ഡോക്ടർ, ഒരു ആയുർവേദ ഡോക്ടർ, ഒരു ഹോമിയോ ഡോക്ടർ, 3 ഡോക്ടർ. അവർ ആരോഗ്യ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരെന്നോട് ചോദിച്ചു ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എണ്ണ കഴിക്കൂ, ഇതിന്ന് എടുക്കുന്ന ഗാമോറിസിനോട് ഉപയോഗിക്കൂ. ഈ എണ്ണ തലയിൽ തേച്ചാൽ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാലനര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നത്, മുടി ജട പിടിക്കുന്നതിനെയൊക്കെ മാറ്റാൻ നല്ലതാണ്. മാത്രമല്ല ഇത് തലയിൽ തേച്ചാൽ തലയ്ക്ക് നല്ല തണുപ്പ്, നല്ല ഉറക്കം കിട്ടും. ഉറക്കം കിട്ടുന്നതുകൊണ്ട് ടെൻഷൻ കുറയും, ടെൻഷൻ കുറയുന്നതുകൊണ്ട് BP കുറയും, ലൈഫ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും. തലയിൽ തേക്കാം. ഇത് മേല് തേച്ച് കുളിച്ചാൽ സ്കിൻ സംബന്ധമായ 14ഓളം അസുഖങ്ങൾ, മൊരി, മുളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി അല്ലെങ്കിൽ കാര തുടങ്ങി 10-14ഓളം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലത്. ഇത് പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് 700 മില്ലി മതി. വെളിച്ചെണ്ണയ്ക്ക് പോലെ ലേറ്റസ്റ്റ് പ്രൈസ് ഇന്നലത്തെ വില പ്യുവർ കോക്കനട്ട് ഓയിൽ 440, ഇതിന്റെ വില 238. എനിബഡി ക്യാൻ ബൈ. ആർസിമിൽ മെമ്പർഷിപ്പ് എടുത്ത ആൾക്ക് വീണ്ടും ഡിസ്കൗണ്ടും മറ്റു ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിത ചെലവിന് പകുതിയാക്കാൻ ഇത് സഹായിക്കും. അപ്പോ ഇത് പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് 700 മില്ലി മതി എന്ന് പറയുന്നത് വെറുതെ അല്ല. വെളിച്ചെണ്ണ 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ ഈ എണ്ണ പുകയുന്ന ഊഷ്മാവ് അതിന്റെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ 254 ഡിഗ്രി സെന്റിഗ്രേഡിൽ മേലെയാണ്. നമ്മുടെ ഒരു കുക്കിങ്ങിനും അത്ര ടെമ്പറേച്ചർ ആവശ്യമില്ലാത്തതിനാൽ ഈ എണ്ണ നമുക്ക് ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, എണ്ണ പുകയരുത്. പുകഞ്ഞാൽ എല്ലാ എണ്ണയും ഒരേ സ്വഭാവം കാണിക്കും. അങ്ങനെ എണ്ണ പുകഞ്ഞാൽ അത് ട്രാൻസ്ഫാറ്റി ആസിഡ് ആണ്. ആ പുകഞ്ഞ എണ്ണ, കരിഞ്ഞ എണ്ണ, റീബോയിൽഡ് ഓയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം. ഇത് മേല് തേച്ച് കുളിച്ചാൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം. ദെൻ ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ ഏകദേശം 34ഓളം ജീവിത ശൈലീ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷുഗർ. ഷുഗർ ലെവൽ പതുക്കെ കുറെ ഒരു ദിവസം കൊണ്ട് മാറുന്നല്ല, ഗ്രാജുവലി കുറഞ്ഞു വരും. കാരണം നമ്മുടെ ദഹനവ്യൂഹം മെച്ചപ്പെടും, ദഹനം നന്നാവും. ദഹനം നന്നാകുമ്പോൾ ഷുഗർ ലെവൽ ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം ഷുഗർ ഈസ് എ ഡൈജസ്റ്റീവ് ഡിസോർഡർ. ദഹന സംബന്ധമായ ഒരു അബ്നോർമാലിറ്റിയാണ് ഷുഗർ. അതിനെ കുറയ്ക്കാൻ ഈ എണ്ണ നല്ലതാണ്. കാരണം ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്. ഫൈബർ ഉണ്ട്, സൊലുബിൾ ഫൈബർ ഉണ്ട്, ഇൻസൊലുബിൾ ഫൈബർ ഉണ്ട്. സൊലുബിൾ ഫൈബർ നമ്മുടെ ലിവറിന് മേലെ പറ്റിപ്പിടിച്ച ഫാറ്റിനെ മുഴുവൻ അലിപ്പിച്ച് കളയും. അപ്പൊ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് എണ്ണ നല്ലതാണ്. ഇനി ഇൻസൊലുബിൾ ഫൈബർ നമ്മുടെ ദഹനം നന്നാക്കും, ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കും, ഓട്ടോമാറ്റിക്കലി ഷുഗർ കുറയും. ഇത് നമ്മുടെ അബ്സോർപ്ഷൻ പാർട്ട്, അതായത് വൻകുടലും ചെറുകുടലിന്റെ ഇന്നർ പോർഷനെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നതിനാൽ ഇത് ഹൈപ്പർ ടെൻഷൻ ആളുകളെ BP കുറയ്ക്കാനും നല്ലതാണ്. ഓക്കെ, അപ്പൊ ഷുഗറായി, പ്രഷറായി, ഒരേ സമയം നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്ന ഒറൈസിനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ഈ എണ്ണയിൽ സമൃദ്ധമായിട്ടുണ്ട്. റെഗുലർലി കഴിച്ചോളൂ. ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്തതിനു ശേഷം കഴിച്ചോളൂ. ഒരു 15 ദിവസങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഗുഡ് കൊളസ്ട്രോൾ അത് കൂടി ഉണ്ടാവും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണ്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ധാരാളം ആളുകളുണ്ട്. ആ കഴിക്കുന്ന മരുന്ന് മൂലം ഏകദേശം 9ഓളം പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് എണ്ണ ഉപയോഗിക്കാം. എണ്ണ നിരക്കുന്ന ഒറൈസിനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ഉപയോഗിക്കാം. അപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ലുതേയ്മാനം എന്ന രോഗം സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടിൽ. അല്ലെ, എല്ലാവർക്കും ഉണ്ട്. മുട്ടുവേദന, പുറം വേദന, നടുവേദന, ഇടുപ്പ് വേദന, മൊത്തം വേദന. എല്ലുതേയ്മാനം ഉണ്ടാക്കുന്നത് പഞ്ചസാര. സ്റ്റോപ്പ് ഇറ്റ്. വെളുത്ത 5 വിഷങ്ങൾ: പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിടില്ലാത്ത വെളുത്തരി. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ വീട്ടിൽ ഒരു രോഗം വരില്ല. ദാറ്റ് ഇസ് ഗ്യാരണ്ടി. പക്ഷെ നമ്മുടെ ലൈഫ്, നമ്മുടെ ദിവസം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോ ഈ എണ്ണ ഷുഗർ, BP, കൊളസ്ട്രോള്. ഓക്കെ, സോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ലുതേയ്മാനം, നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഈ എണ്ണയിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് എവിടെ വേദനയുണ്ട് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലുതേയ്മാനം വരാനുള്ള കാരണം പറഞ്ഞു പഞ്ചസാര. സ്റ്റോപ്പ് ഇറ്റ്. അതിനപ്പുറമൊന്നുമില്ല. എല്ലുതേയ്മാനം വരാനുള്ള 2ാമത്തെ കാരണമാണ് വാളംപുളി. പരമാവധി കുറയ്ക്കുക. എല്ലുതേയ്മാനം വരാനുള്ള 3ാമത്തെ കാരണമാണ് വെയിൽ കൊള്ളാത്തത്. 4ാമത്തെ കാരണമാണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം. 5ാമത്തെ കാരണമാണ് തവിടില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത്. 6ാമത്തെ കാരണം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് മെനോപോസ്, ആർത്തവ വിരാമം. ആ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിലെ കാൽഷ്യം മെറ്റാബോളിസം വീക്കാവും. അപ്പോ എല്ലുതേയ്മാനം എന്ന രോഗത്തിന് നമുക്ക് അത്യാവശ്യം ഇത് ഉപയോഗിക്കാം. കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഉള്ളത് കൊണ്ട് എവിടെ വേദനയുണ്ട് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പെയിൻഗോ എന്ന് പറയുന്ന ഓയിൻമെന്റ് ഉണ്ട്, അതുകൂടി ചേർത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ആശ്വാസം കിട്ടും. അപ്പൊ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, എല്ലുതേയ്മാനമായി 28% ആളുകൾ ഇന്ത്യയിൽ മരിക്കാനുള്ള കാരണം ഹൃദ്രോഗമോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ്. ആ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഈ എണ്ണ ഏറ്റവും നല്ലതാണ്. കാരണം എന്താ? ജപ്പാൻകാരി എണ്ണയ്ക്ക് പറയുന്നത് ഹാർട്ട് ഓയിൽ എന്നാണ്.
ഹാർട്ട് ഓയിൽ, ബ്രാൻ ഓയിൽ എന്നല്ല പറയാ, അവര് ഹാർട്ട് ഓയിൽ എന്നാണ് പറയാ. അപ്പോ ഇത് ഹൃദയ സംബന്ധമായ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഹാർട്ടിന്റെ മേലെ കൊഴുപ്പ് അടിഞ്ഞുകൂടും, വിസറൽ ഫാറ്റ്. ആ വിസറൽ ഫാറ്റിന് ഒരു പരിധി വരെ കുറച്ച് ഹാർട്ടിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ സഹായിക്കും. വിസറൽ ഫാറ്റ് കൂടുമ്പോൾ 10 ലക്ഷണങ്ങളുണ്ട്. കൈന് തരിപ്പ്, കാലിന് തരിപ്പ്, പെരടിക്ക് കടച്ചില്, തോളത്തുനിന്ന് വേദനയും കടച്ചിലും, അരയ്ക്കുന്ന കീഴ്പോട്ട് വേദനയും കടച്ചിലും, ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന മുട്ടുവേദന, രാവിലെ ബെഡിൽ തന്നിട്ട് കാലും നിലത്ത് കുത്തുമ്പോൾ ഉപ്പൂറ്റി വേദന, നടക്കുമ്പോൾ കിതപ്പ്, ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലുള്ള വേദന. നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം മധ്യവയസ്സ് പിന്നിട്ട ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു ശതമാനം. എന്താ കാരണം? വിസറൽ ഫാറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒന്ന് ബ്ലഡിലുള്ള കൊഴുപ്പ്, അത് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയും. അല്ലാതെ വരുന്ന കൊഴുപ്പാണ് വിസറൽ ഫാറ്റ്. ആ വിസറൽ ഫാറ്റിന്റെ പരിധി വരെ കുറയ്ക്കാൻ ഈ എണ്ണ നല്ലതാണ്. കാരണം ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു 2 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ ശരീരത്തിന് ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ശരീരത്തിന്റെ ഒരു ഹാർഡ്നെസ് പതുക്കെ കുറയുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇത് ഹൃദ്രോഗത്തിന് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇതിലടങ്ങിയിട്ടുള്ള ഒറൈസിനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് സാന്നിധ്യം ഇത് നമ്മുടെ ബ്ലോക്കുകളെ ഒരു പരിധി വരെ അലിയിപ്പിച്ച് കളയാൻ സഹായിക്കും. അത് ചെറിയ കാര്യമല്ല. 5 ബ്ലോക്ക് 40 ദിവസം കൊണ്ട് മാറിയ അനുഭവമുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഭക്ഷണരീതി മാറി, ജീവിതശൈലി മാറി, അത്രയേ ഉള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. ഒപ്പം ഈ എണ്ണ ഉപയോഗിച്ചു. അന്ന് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. 1-2 ലക്ഷം രൂപ മുടക്കി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എണ്ണ കൊണ്ട് സംഭവിക്കും. എണ്ണ കൊണ്ട് മാത്രം സംഭവിക്കില്ല. ഞാൻ പറയുന്ന ഭക്ഷണ രീതികൾ 5 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. പിന്നെ ഒരു രോഗം മാറുന്നത് എല്ലാവർക്കും ഒരേ സ്പീഡിൽ മാറില്ല. 5 കാര്യങ്ങളുണ്ട്. ഒരു രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ പഴക്കം, രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്നുകളുടെ അളവ്, രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം. ഈ 5 കാര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ കാര്യം. വിശ്വാസമില്ലാതെ ഒരു മരുന്നും ഇതൊന്നും കഴിച്ചിട്ട് ഒരു ഗുണവും കിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡും വൈഫും കൂടി കാണാൻ വന്നു. ഹസ്ബൻഡ് വളരെ താല്പര്യത്തിൽ വന്ന് അദ്ദേഹം എന്നെ 2 മാസം മുൻപ് കണ്ട് അവർ അദ്ദേഹത്തിന്റെ ആൾമോസ്റ്റ് 90% പ്രശ്നങ്ങൾ മാറി. വൈഫിനെ നിർബന്ധിച്ചാ കൊണ്ടുവരുന്നത്. അതായത് വളരെ വിഷമത്തോടുകൂടി അവർ എന്റെ മുന്നിൽ ഇരുന്ന് വളരെ സംശയാസ്പദമായ കണ്ണുകളോടുകൂടി എന്നെ നോക്കി. എനിക്കറിയാം അവരിത് കഴിച്ചിട്ട് യാതൊരു ഗുണം കിട്ടാൻ പോകില്ല. കാരണം വിശ്വാസമില്ലാതെ എന്ത് കഴിച്ചിട്ട് ഒരു കാര്യം, വിശ്വാസത്തോടു കൂടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചോളൂ നിങ്ങളുടെ രോഗം മാറിയിരിക്കും. അത്രയും പവർഫുള്ളാണ് നമ്മുടെ മൈൻഡ്. സോ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, എല്ല് തേയ്മാനമായി, ഹാർട്ട് ബ്ലോക്ക് ആയി, സ്ട്രോക്ക്, തലച്ചോറിലെ രക്തക്കൊഴലുകളിൽ രക്തം കട്ട പിടിച്ചാൽ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ട്രോക്ക് എങ്കിൽ ആ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഈ എണ്ണ നല്ലത്. എത്രയോ ആളുകൾ ബെഡിൽ കിടന്ന് 3, 4, 5, 6 വർഷം ബെഡിൽ കിടന്ന ആളുകൾ സുഖമായിട്ട് എണീറ്റ് നടക്കുന്നു. ഒന്ന് പരിചയപ്പെടുത്തുക. അത്രയും പവർ ഈ പ്രൊഡക്റ്റിനുണ്ട്, ഈ സിസ്റ്റത്തിനുണ്ട്. ഞാൻ പറഞ്ഞു ഒരു എണ്ണ കൊടുത്തുകൊണ്ട് മാത്രം രോഗം മാറണമെന്നില്ല, കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ കൂടെ. ദെൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പേടിപ്പിച്ചു കൊല്ലുന്ന രോഗമാണ് ക്യാൻസർ. ഇന്നത് സർവ്വസാധാരണ. സാധാരണ ഒരു 20-30 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗില് ഇപ്പോഴത്തെ അവസ്ഥയിൽ 3-4 പേര് ക്യാൻസർ പേഷ്യന്റ്. ഞാൻ ഇന്നലെ കണ്ടു, മിനിഞ്ഞാന്ന് കണ്ടു, 4-ാന്ന് കണ്ടു, ഇന്നും കണ്ടു. അപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നാൽ നമ്മൾ പറയും കഷ്ടം. ഇപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ബ്ലോക്ക് വന്നാൽ ഓ കഷ്ടമായാലോ. മറ്റൊരാൾക്ക് സ്ട്രോക്ക് വന്നു, നമ്മൾ വിഷമം പറയും. അവരൊക്കെ ഫോളോ ചെയ്യുന്ന അതേ ഭക്ഷണ രീതിയും അതേ ജീവിതശൈലിയും നമ്മൾ ഫോളോ ചെയ്താൽ അവർക്കൊക്കെ വരാവുന്ന രോഗങ്ങൾ നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത്, വരുമെന്ന് ഞാൻ പറഞ്ഞു, വരാം. ദർ ഇസ് എ പോസിബിലിറ്റി. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് മാറി ചിന്തിക്കണം. പാശ്ചാത്യ നാടുകളിൽ ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്ന മരുന്നാണ് ഒറൈസിനോളിന്റെ ഗുളികകൾ. നമുക്കിവിടെ ഒറൈസിനോൾ ഗുളിക രൂപത്തിൽ കിട്ടാനുണ്ട്. ആർസിമിലുണ്ട്. ആർസിമിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അത് റെഗുലർലി കഴിക്കുക, രാവിലെ വൈകിട്ട് ഒന്ന് കഴിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ ആളുകൾ പറയും ഭയങ്കര പൈസയല്ലേ. യെസ്, പക്ഷേ ഈ ശരീരം 4-5 കോടി വില വരുന്ന ശരീരത്തിനേക്കാൾ വലിയ വിലയൊന്നും ഒരു ഫുഡ് സപ്ലിമെന്റും വരില്ല. ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു രോഗം, ഹൃദ്രോഗം അല്ലെങ്കിൽ ക്യാൻസർ സർവ്വസാധാരണമാണ്. പണ്ടൊക്കെ ജലദോഷം, പനി എന്ന് പറയുന്ന അതേ ലാഘവത്വത്തിൽ നമ്മൾ പറയുന്നു. ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മാറ്റി 1.5 വർഷത്തിന് 2ാമത്തെ ബ്രസ്റ്റ് മാറ്റി. പിന്നെ ലങ്സിലും പിന്നെ എല്ലുകളിലൊക്കെ ക്യാൻസർ ബാധിച്ച ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഒരുപാട് പേഷ്യൻസ് ഇന്നലെയും കണ്ടു, മിനിഞ്ഞാന്നും കണ്ടു, എന്നും കണ്ടുകൊണ്ടിരിക്കുക. സങ്കടം തോന്നും. പക്ഷേ ഒരു പരിധി വരെ അവരുടെ സങ്കടം മാറ്റാൻ നമുക്ക് സഹായിക്കും. ആളുകളിലേക്ക് എത്തിക്കുക. സത്യസന്ധമായി പറയാം, നുണ പറയരുത്. നുണ പറയേണ്ട ആവശ്യമില്ല. സത്യം തന്നെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വാങ്ങിക്കും. അപ്പോൾ തലയിൽ തേക്കാം, മേലെ തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുന്നത്. പച്ചയ്ക്ക് കഴിച്ചാൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന, ക്യാൻസറെ മാറ്റുന്നല്ല പറയുന്നത്, തടയാൻ സഹായിക്കുന്ന, അതിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒറൈസിനോളിന്റെ സാന്നിധ്യമുണ്ട്. നമുക്കിവിടെ അത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഒറൈസിനോളിന്റെ ഗുളിക രാവിലെയും വൈകിട്ട് ഓരോന്ന് കഴിച്ചോളൂ. വണ്ടർഫുൾ റിസൾട്ട് യു വിൽ ഗെറ്റ്. പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന 3 അസുഖങ്ങളുണ്ട്.
ഒന്ന് കൈ വിറയ്ക്കും, കഴുത്ത് വിറയ്ക്കും, മുട്ട് വിറയ്ക്കും, ശരീരം മൊത്തം വരയ്ക്കുക, പാർക്കിൻസൺസ്. കഴിഞ്ഞ ദിവസം ബോഡി വളരെ സ്റ്റിഫായിട്ട് ഒരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു. ലക്ഷണം കണ്ടാൽ അറിയാം പാർക്കിൻസൺസിന്റെ പക്കത്ത് എത്തി നിൽക്കണം. അദ്ദേഹത്തിന് അറിയില്ല അത്. നമുക്ക് ഇത് കൊടുക്കാം, ഗാമോറൈസിനോട് കൊടുക്കാം, DHA-200 കൊടുക്കാം, ന്യൂട്രിച്ച DHA-200, വണ്ടർഫുൾ റിസൾട്ട് കിട്ടും. അപ്പൊ ഒരു രോഗാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ we can do miracles and these products will give miraculous results. പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് അൽഷിമേഴ്സ്. ഇന്ന് നല്ലൊരു ശതമാനം ആളുകളിലും അതിങ്ങനെ പതുക്കെ കണ്ടുവരുന്നുണ്ട്. ഓർമ്മക്കുറവിന് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയും. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് അൽഷിമേഴ്സ്. ഒന്നും അറിയില്ല, നമ്മൾ ആരാണെന്ന് നമുക്കറിയാത്തൊരവസ്ഥ. ആലോചിച്ച് നോക്കുക. സ്ത്രീകൾക്ക് മാർത്തവം നിൽക്കാൻ പോകുന്ന സമയത്ത് നിന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, മെനാപ്പോസ് സിൻഡ്രം. അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ എണ്ണ. കാരണം ഇതിൽ ഒറൈസനോൾ ഉണ്ട്. ഒറൈസനോൾ മാത്രമല്ല, ടോക്കോട്രിനോൾ ഉണ്ട്, ടോക്കോഫിറോൾ ഉണ്ട്, പ്ലസ് ഒറൈസനോൾ ഉണ്ട്. ഈ 3 ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഒരു എണ്ണ വേറെ ഇല്ലേ. വെളിച്ചെണ്ണ നല്ലതാണ്. വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെ വീട്ടിൽ ആട്ടിക്കൊണ്ടിരുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ളൂ. ഒറ്റ തവണ ചൂടാക്കി ഉപയോഗിക്കാം, രണ്ടാമത് ഉപയോഗിക്കരുത്. പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. എന്നോട് പലരും പറയാണ്ട്, ബീങ് എ നാച്ചുറോപ്പതിസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് ഈ എണ്ണ പ്രൊമോട്ട് ചെയ്യും? ഞാൻ പറഞ്ഞു ഇത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ 10, 16, 17 വർഷമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ എണ്ണ ഞാൻ ഇത്രയും സമയം എടുക്കാനുള്ള കാരണം, RSMൽ എന്നും ഇഷ്ടംപോലെ പുതിയ ആളുകൾ വരും. ദിവസം ഓരോ മാസവും ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ വരുന്നുണ്ട്. അവരറിയണത് നമ്മുടെയൊക്കെ തന്നെ പുതിയ വരുന്ന ആളുകൾ ഇതൊക്കെ ഒന്നും അറിയില്ല, ഇത് പഠിക്കാനുള്ള സമയമില്ല. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ HACCP സർട്ടിഫൈഡ് ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് 30ഓളം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഈ എണ്ണ. അപ്പൊ അത്രയും വാല്യുബിൾ ആണ് അത്. 6ഓളം ദേശീയ അംഗീകാരങ്ങൾ കിട്ടിയ ഒരു പ്രൊഡക്റ്റ്. ദാറ്റ്സ് ഓൾ. അതാണ് നമ്മുടെ മാസ്റ്റർ പീസ്. ഹെൽത്ത് ഗാർഡ് ഓയിൽ, ആരോഗ്യ സംരക്ഷക എണ്ണ. തവിടുന്നെടുക്കുന്ന ഒറൈസനോള്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അത് ഗുണം ചെയ്യും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹൈപ്പോതൈറോയിഡിസും ഓർമ്മക്കുറവിനൊക്കെ നല്ലതും. രാവിലെയും വൈകിട്ട് ഓരോന്ന് കഴിക്കുക. ഗാമോറൈസോൾ. ഇതിന്റെ ഒരു ഓഫറിന്റെ കാര്യമൊക്കെ നേരത്തെ ബിനുസാറ് പറഞ്ഞു. പ്രൊഡക്റ്റുകൾ നമ്പർ 1 ചക്കി ഫ്രഷ് ആട്ട, ഹോൾ വീറ്റ്, ഒട്ടും ചൂടാകാതെ തിരികെ ഇടിച്ചു പൊടിക്കുന്ന ആട്ട. നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ ഒരലിൽ അരി ഇടിച്ചു പൊടിച്ച് പുട്ടുണ്ടാക്കാറുണ്ട്. ആ പുട്ടിന്റെ ടേസ്റ്റ് ഒരിക്കലും മില്ലിൽ പൊടിക്കുന്ന അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പുട്ടിന് കിട്ടില്ല. ഇവിടെ ചക്കി ഫ്രഷ് ആട്ട, ഹോൾ വീറ്റ്, ഒട്ടും തവിട് കളയാതെ പൊടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാലും അതിന്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടില്ല. ചക്കി ഫ്രഷ് ആണ്, ഹോൾ വീറ്റ് ആണ്, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതാണ്. പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത്. അതിനെ പറയുന്ന പേരാണ് അമീബിയോസിസ്. കാരണം വയറിന്റെ ഉള്ളിൽ കോടാനുകോടി സൂക്ഷ്മജീവികളുണ്ട്, മൈക്രോ ഓർഗാനിസം. അതെല്ലാം നശിച്ചു പോകും. ഇത് കഴിച്ചാൽ അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ ചക്കി ഫ്രഷ് ആട്ട, ഹോൾ വീറ്റ് ആട്ട, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ആട്ട, മുളപ്പിച്ചു പൊടിപ്പിക്കുന്ന ആട്ട. 8% ഈർപ്പം 18 മണിക്കൂർ നിലനിർത്തുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് സ്പ്രൗട്ടിംഗ് ഉണ്ടോ, ബീജാങ്കുരണം നടക്കും. പിന്നെ അതിലേക്ക് ചൂടുള്ള എയർ കടത്തി പൊടിപ്പിക്കുമ്പോൾ അതിൽ ഔഷധ ഗുണം മീൻസ് അതിന്റെ പോഷക ഗുണം ഒരുപാട് വർദ്ധിക്കും. പണ്ടുകാലത്ത് കുട്ടികളില്ലാതെ ദമ്പതികൾ ഒരു നാട്ടുവൈദ്യനെ കാണാൻ ചെന്നാൽ അദ്ദേഹം പറയും, കുറച്ച് പഥ്യങ്ങളൊക്കെ പറയും, നവധാന്യങ്ങൾ 41 ദിവസം മുളപ്പിച്ച് കഴിക്കാൻ പറയും. അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറും. ഹോർമോണൽ ഇംബാലൻസിനൊക്കെ നല്ലത്. നമുക്ക് ഈ ആട്ടയ്ക്ക് അപ്പുറം മറ്റൊരു ആട്ടയുണ്ട്, മൾട്ടിഗ്രെയിൻ ആട്ട. ഇതില് ഒരു ധാന്യമേ ഉള്ളൂ, അതില് 9 നവധാന്യങ്ങളുണ്ട്. അതിന്റെ 12 രൂപങ്ങളിലുണ്ട്. തൈറോയ്ഡ് പേഷ്യൻസ് കമ്പൾസറി മൾട്ടിഗ്രെയിൻ ആട്ട കഴിച്ചിരിക്കണം. ആസാമിലെ തേയില, ഗുജറാത്തിലെ ഉപ്പ്, രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി, ഹിമാചൽ പ്രദേശിലെ സോപ്പുകള്, പഞ്ചാബിലെ തവിടെണ്ണ, ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി, കേരളത്തിലെ കുത്താമ്പുള്ളി സാരിയും വെളിച്ചെണ്ണ ഉൾപ്പെടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന 400-ലധികം ഉൽപ്പന്നങ്ങൾ. ഓൾ ടുഗദർ ഞാൻ പറഞ്ഞു 10,222 പ്രൊഡക്റ്റുകൾ ഇന്ന് RCMലുണ്ട്. എല്ലാം നമ്പർ 1. എല്ലാം നമ്പർ. ഓരോന്ന് പറയുമ്പോൾ തീരില്ല. അതുകൊണ്ട് ഞാൻ മുഴുവൻ കിടക്കാത്തത്. ദെൻ ആസാമിലെ തേയിലയുടെ പ്രത്യേകത എന്താണ്? ആസാം തേയില ഒരേ ദിവസം 3 കാലാവസ്ഥ വരുന്ന ആസാമിന്റെ തേയിലയാണ് ഇന്ത്യയിലെ നമ്പർ 1 തേയില. ആ തേയിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൊടിത്തേയിലയുണ്ട്, ഇലത്തേയിലയുണ്ട്. സമാന ഗുണം നൽകുന്ന ഒരു തേയിലയുടെ പാക്കറ്റിന് 1/2 കിലോയ്ക്ക് മാർക്കറ്റിൽ 470 രൂപ വില വരുമ്പോൾ ഇവിടെ നമുക്ക് 300 രൂപയ്ക്ക് കിട്ടും. മെമ്പർഷിപ്പ് എടുത്താൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. എലൈറ്റ് ടീ. ദെൻ ഇത് പുതിയ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ മഴ ഊറ്റിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് സർവ്വതി വീടുകളിലും പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, തുമ്മൽ, ആസ്മ, അലർജി എല്ലാവർക്കും കൊടുക്കാം. രാവിലെയും വൈകിട്ടും 1 ടീസ്പൂൺ ചവനപ്രാശം. പണ്ട് ചവന മഹർഷി ഉണ്ടാക്കിയ ഒരു ആയുർവേദ രസായനക്കൂട്ട്, നവയൗവനം നിലനിർത്താനും പ്രതിരോധ ശേഷി കൂട്ടാനും ഉണ്ടാക്കിയ ആ പ്രൊഡക്റ്റ്
സാധാരണ ചവനപ്രാശം ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശർക്കരയ്ക്ക് പുറമെ എന്ത് ചേർത്തുണ്ട്? തേനുണ്ട്, പിന്നെന്തുണ്ട്? അമ്ല, നെല്ലിക്കയുണ്ട്, സഫേദ് മുസ്ലി. ഹോർമോണൽ ഇംബാലൻസിന് ഏറ്റവും നല്ലത്. ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് തൈറോയ്ഡ്. എവറി തൈറോയ്ഡ് പേഷ്യന്റ് മസ്റ്റ് ടേക്ക് ഇറ്റ്. ഇപ്പൊ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഏത് ട്രീറ്റ്മെന്റ് വന്നാലും ദിസ് ഇസ് ദ ബെസ്റ്റ്. ആണ് ഇത് കൊടുത്തിട്ടാണ് പണ്ട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇത് കൊടുത്തിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അശ്വഗന്ധ, അങ്ങനെ ഒരുപാട് ചേരുവകൾ അതിലുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രൊഡക്ട്സ്. ദെൻ പഞ്ചതുളസി, പേര് സൂചിപ്പിക്കുന്ന പോലെ തുളസിയുടെ പ്രത്യേകത 36 ഔഷധ ഗുണങ്ങളാണ് തുളസിക്ക് ഉള്ളത്. ഇതിൽ 5 തരം തുളസി ഉണ്ട്. കൃഷ്ണ തുളസി, രാമതുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി, ശ്യാമ തുളസി. മൾട്ടിപ്പിൾ പർപ്പസ്. ഒരു 2 തുള്ളി ഒരു മഗ് വെള്ളത്തിലൊഴിച്ച് തലയിൽ താരനുള്ള ആളുകൾ തലയിൽ തേച്ചു, താരനല്ല പേനുള്ള ആളുകൾ തലയിൽ തേച്ചു കുളിച്ചോളൂ, 2 ദിവസം കൊണ്ട് പേൻ പോകും. മൈഗ്രെയിൻ വരുന്ന സമയത്ത് നെറ്റിയിൽ ഡയറക്ട്ലി നമുക്ക് ഒന്നോ രണ്ടോ തുള്ളി അല്പം തവിടെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. മൈഗ്രെയിൻ ഇൻസ്റ്റന്റ് ആയിട്ട് കുറയും. ചെറുതായിട്ട് തൊണ്ടവേദന, മൂക്കടപ്പ് വരുമ്പോൾ 2 തുള്ളി കയ്യിലെടുത്ത് കൈ രണ്ടും കൂട്ടി തിരുമ്മി പതുക്കെ നല്ലപോലെ ഉള്ളിലോട്ട് ശ്വസിച്ചാൽ ആ തൊണ്ടവേദന ശമിക്കാൻ നല്ലത്. വെള്ളത്തിലൊഴിച്ച് 2-3 തുള്ളി വെള്ളത്തിലൊഴിച്ച് ചൂടുവെള്ളത്തിലൊഴിച്ച് നമുക്ക് ആവി പിടിക്കാം. അത്രയും നല്ല റിസൾട്ട്, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പല്ലുവേദനയുള്ള സമയത്ത് ഒരു കഷ്ണം പഞ്ഞി ഈ അതിൽ 2-3 തുള്ളി പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കി പിഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞ് അതിൽ 1-2 തുള്ളി പഞ്ചതുളസിയുടെ ഡ്രോപ്പ് ഒഴിച്ച് ആ വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിക്കുക. പല്ലുവേദനയ്ക്ക് നല്ലത്. മൗത്ത് അൾസർ വരുമ്പോൾ, വായ്പുണ്ട് വരുന്ന സമയത്ത് ഡയറക്ട്ലി നമുക്ക് 1 തുള്ളി എടുത്ത് വായിൽ അപ്ലൈ ചെയ്യാം. ഇൻസ്റ്റന്റ് റിസൾട്ട്. സ്കിന്നിൽ എന്തെങ്കിലും അലർജി വന്നാൽ, നമ്മൾ പാടത്തോ പറമ്പിലോ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വല്ല പുഴുവരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അലർജി മാറ്റാൻ ഡയറക്ട്ലി തവിടെണ്ണ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. പല ആളുകൾക്കും വട്ടച്ചൊറി വരാറുണ്ട്, റിംഗ് വേവ്. അത് റൈസ് ബ്രാൻ ഓയിലും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. റെഗുലർ ആയിട്ട് അപ്ലൈ ചെയ്യുക, ഡയറക്ട്ലി അപ്ലൈ ചെയ്യരുത്. കാരണം സ്കിൻ അതുണ്ടാവുന്ന ഭാഗം സ്കിൻ വളരെ സോഫ്റ്റ് ആയിരിക്കും. റൈസ് ബ്രാൻ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുക. റെഗുലർ ആയിട്ട് അപ്ലൈ ചെയ്യുക. പതുക്കെ പതുക്കെ അത് കുറയും. അത്രയും ബെനിഫിറ്റ്. കുഴിനകമുണ്ടെങ്കിൽ അത് ജസ്റ്റ് ആ കുഴിനകം വെട്ടി വൃത്തിയാക്കി ഇളം ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ കഴുകി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതിനു ശേഷം ഡയറക്ട്ലി ഇത് ഒഴിച്ചു കൊടുക്കാം. കുഴിനകം കുറയുന്നുണ്ട്. സോ അത്രയും ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്റ്റുകൾ എല്ലാവരും വീട്ടിൽ വേണം, പ്രത്യേകിച്ച് ഈ സമയത്ത്. മാത്രമല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ച് വയറ് വളരെ ഹെവി ആയ സമയത്ത് ഒരു 3-4 തുള്ളി അതിൽ കൂടുതൽ ഒഴിക്കരുത്. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചോളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് വയറിലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ നല്ലതാണ്. പിന്നെ ധാരാളം ബെനിഫിറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഒരു ചായ് മസാലയുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൽ, നാട്ടിൻപുറത്ത് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും സാധാരണ ചായ വേണോ മസാല ചായ വേണോന്ന്. തൊണ്ടയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇത് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇതിനൊരു ചേരുവ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് കുറയ്ക്കാൻ 6 കൂട്ടം ചേരുവകൾ. 1 ടീസ്പൂൺ ചായ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു കായം, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ അല്പം ജൈവ ശർക്കര. ഇതെല്ലാം കൂടി ചേർത്ത് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് റെഡിയാക്കി വെക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ജസ്റ്റ് ഒരു നുള്ളെടുത്ത് വായിലിടുക. ഞാൻ സ്ഥിരം ഉപയോഗിക്കുകയാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നു, കൺസൾട്ടേഷൻ 10-12 മണിക്കൂറൊക്കെ ചിലപ്പോൾ തുടർച്ചയായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ വേറെ വഴിയില്ല. ഇപ്പൊ തൊണ്ടക്കേറ്റ് നല്ല പ്രൊട്ടക്ഷൻ കിട്ടാനും നല്ലത് ചായയിൽ ഇട്ട് ഉപയോഗിച്ചോളൂ. അങ്ങനെ തൊണ്ടവേദന പ്രശ്നങ്ങളൊന്നുമില്ല. ചുക്ക്, കുരുമുളക് അങ്ങനെ ചേരുവകളാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ജൽജീര, ദഹന സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും യു ക്യാൻ യൂസ് ഇറ്റ്. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. അതിൽ മെയിൻ കണ്ടന്റ് പുതിന, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. അത് ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. ഹിന്ദിയിൽ അതിന് അംചുർ എന്ന് പറയും. നോർത്ത് ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അവരെല്ലാ കറികളും ഈ സാധനം ഇടും. അതുകൊണ്ട് തന്നെ അവര് കറികൾ കഴിച്ചാൽ അവർക്കാർക്കും വയറിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല. അപ്പോ മാത്രമല്ല ഇത് ദഹന വ്യൂഹത്തെ തണുപ്പിക്കാൻ നല്ലതാണ്. ഹീറ്റ് സ്ട്രോക്ക്, പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്കിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നല്ല വേനൽക്കാലത്ത് നിങ്ങൾ ഒരു അതിഥിയായിട്ട് കയറി ചെന്നാൽ അവർ ചായയും കാപ്പിയും തരില്ല. മോരും വെള്ളത്തിൽ അല്പം ജൽജീര കലക്കി തരും. വെരി ടേസ്റ്റി. നമുക്കും കൊടുക്കാം, നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാം. ഇതൊക്കെ ഒരു വീട്ടിലെപ്പോഴും ഒരു മരുന്നായിട്ട് സൂക്ഷിക്കുക. അതിന്റെ ബെനിഫിറ്റുകൾ, അത് ശരീരത്തെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ നല്ലതാണ്. മാത്രമല്ല ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് നല്ലതാണ്. എന്നുവെച്ചാൽ ഒരു ദിവസം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയുന്നല്ല പറഞ്ഞ, വെയിറ്റ് ലോസിന് നല്ലതാണ്. ദെൻ ഏറ്റവും വണ്ടർഫുൾ ആയ ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ പ്രത്യേകത, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 മാസം കൊണ്ട് അതിന്റെ വണ്ടർഫുൾ ആയ കമ്പനി പറയുന്നതിനേക്കാൾ ബെറ്റർ ആയ റിസൾട്ട് കിട്ടുകയാണ്. മധുസയ്യം രസ്, ഷുഗർ പേഷ്യൻസിന്, ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ കൈപ്പയ്ക്ക, കരിങ്ങാലി, വേങ്ങമരത്തിന്റെ തോല്, ഞാവൽപ്പഴത്തിന്റെ സത്ത്, ചക്കരക്കൊല്ലി, തിപ്പലി തുടങ്ങി 10-12ഓളം ചേരുവകൾ. ഇത് 30 ml
ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം, ഒരു ഗ്ലാസ് വേണ്ട, ഏകദേശം തുല്യ അളവിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 2 നേരം വെറും വയറ്റിൽ കഴിച്ചുള്ളൂ. പതുക്കെ പതുക്കെ ഷുഗർ ലെവൽ കുറയുന്നുണ്ട്. ഇതെല്ലാം നാച്ചുറൽ ആണ്. നമുക്കറിയാം, വേങ്ങമരത്തിന്റെ തോല് ചൂടുവെള്ളത്തിൽ മീൻസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ച് പണ്ട് കാലത്ത് ആളുകൾ ഷുഗർ മാറ്റിയിരുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിരുന്നു. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു പഴമാണ് ഞാവൽപ്പഴം. ആ ഞാവൽപ്പഴത്തിന്റെ സത്തുണ്ട്. കൈപ്പയ്ക്ക നീര് കഴിച്ചിട്ട് ഷുഗർ കുറച്ചിരുന്ന ആളുകളുണ്ട്. എനിക്ക് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നു. അതിന് നല്ലതാ. പ്ലസ് ഫാറ്റി ലിവറിന് നല്ലത്. ഇതിന്റെയൊക്കെ റിസൾട്ടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു 6 മാസമുള്ള, ഏകദേശം 5 മാസത്തിൽ നമുക്കിത് കിട്ടി തുടങ്ങിയിട്ട്. അതുപോലെ ഗിലോയ് തുളസി, ചിറ്റമൃതം തുളസിയും കൂടി ചേർത്ത ഈ ഒരു കഷായം, സീബക്തോണ് കൂടി അതിലുണ്ട്. അതില് തിപ്പലിയുടെ കാര്യം പറഞ്ഞത് അത് ഗ്ലൈസം ടാബ്ലറ്റിലാണ്. ഓക്കെ, താങ്ക് യു ഫോർ കറക്ഷൻ. അപ്പൊ ഗിലോയ് തുളസി, ചിറ്റമൃതം തുളസിയും ഇതിന്റെ ഒരു ക്ലാസ് എടുത്തപ്പോ തിപ്പലിയുടെയും ചിറ്റമൃതം തുളസിയും കൂടിയുള്ള കോമ്പിനേഷൻ വന്ന റിസൾട്ട് ഏകദേശം 44 രോഗങ്ങൾക്ക് ഗുണം ചെയ്യും. യൂറിക് ആസിഡ് ഉള്ള ആളുകൾ യൂറിക് ആസിഡ് വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ, കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ, ശരീരത്തിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ, പ്ലസ് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് മെലിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖത്തിനും വണ്ടർഫുൾ ആയുള്ള റിസൾട്ട്. പ്ലസ് പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, തുമ്മല്, അതിനൊക്കെ ഏറ്റവും നല്ലത്. മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് ഗിലോയ് തുളസി, ചിറ്റമ്പറും തുളസിയും കൂടി ചേർത്ത ഒരു കഷായം. അലോവേര അകത്തും പുറത്തും ഒരുപോലെ നല്ലത്. കാരണം വൈറ്റമിൻ ഇ ധാരാളം ഉണ്ട്, ക്ലോറോഫില് ധാരാളം ഉണ്ട്, ക്യാൻസർ പേഷ്യൻസിന് നല്ലതാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന തകരാറുകൾ, പ്രത്യേകിച്ച് ഹെർണിയ പോലുള്ള പ്രശ്നങ്ങള്, നെഞ്ചിരിച്ചില്, പുളിച്ചുതകട്ടല്, മലബന്ധം, ഗ്യാസ്ട്രബിള്, അൾസർ, അൾസറേറ്റീവ് കൊളിറ്റീസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ തുടങ്ങി 9ഓളം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡറിനും വളരെ ഗുണം ചെയ്യും. സോ അലോവേര ജ്യൂസ് 30 ml ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 2 നേരം കഴിക്കാം. ശരീരത്തിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ നല്ലത്. കസിറപ്പ് നല്ല വേനൽക്കാലത്ത് ധാരാളം ആളുകൾ ഉപയോഗിച്ചു. രാമച്ചം ദഹനവ്യൂഹത്തെ തണുപ്പിക്കുന്നു. കൂടെ അതിൽ എന്തുണ്ട്? മിന്തലി, പുതിനയുണ്ട്. ഇത് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഈ പ്രൊഡക്റ്റിന്, പക്ഷെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇത് കഴിക്കും. സ്ക്രഞ്ച് കേസട്ടുണ്ട്, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് എക്സ്ട്രാ ചേർത്ത് നല്ല ചൂടുവെള്ളത്തിൽ രാവിലെ ഒരു ചായ പോലെ കുടിച്ചാൽ അന്നത്തെ ദിവസം തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് കിഡ്നി സ്റ്റോണിന് ഏറ്റവും നല്ലത്. നല്ലൊരു ആരോഗ്യ പാനീയമായിട്ട് ഉപയോഗിക്കാം നമുക്ക്. അപ്പോ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം പ്രൊഡക്റ്റുകൾ. നമുക്ക് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് 23 ഉണ്ട്. പോഷകാഹാരത്തിൽ ഒരു ആവശ്യകത ഉണ്ടോ എന്നോട് പലരും ചോദിക്കാറുണ്ട്. നാച്ചുറോപ്പതിസ്റ്റ് ആരും ന്യൂട്രീഷൻ സപ്ലിമെന്റ് പ്രൊമോട്ട് ചെയ്യാറില്ല. നമ്മൾ നാച്ചുറോപ്പതിസ്റ്റ് ആവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുമോ എന്നുള്ളതല്ല, രോഗശമനമാണ് നമ്പർ 1. അതിന് ഏറ്റവും സ്വീകാര്യമായ, ഏറ്റവും അഭികാമ്യമായ മാർഗം നമ്മൾ സ്വീകരിക്കുക, അതിലപ്പുറം ഒന്നുമില്ല. അപ്പോ ഇതിന്റെ ആവശ്യം ഒരു 50 വർഷം മുൻപാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, ഒരു ഫുഡ് സപ്ലിമെന്റ് ആവശ്യമില്ല. നല്ല വെള്ളം, നല്ല വായു, നല്ല ഭക്ഷണം എല്ലാം ഒന്ന് കിട്ടിയിരുന്നു. ഒപ്പം നല്ല ചിന്തകളും ഉണ്ടായിരുന്നു. ഇന്ന് ഈ 4 ഇല്ല. അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ട്, ആവശ്യമല്ല, അത്യാവശ്യമാണ്. സോ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, അതിനെ നമ്മൾ PVMF എന്ന് പറയും. അത് ഡെയിലി നമ്മുടെ ശരീരത്തിൽ വേണം. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 7 ഘടകങ്ങളെ കൊണ്ടാണ്. ഞാൻ നേരത്തെ 5 കാര്യം പറഞ്ഞു, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നജം നമ്മൾ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ വരുന്നു. ചോറ്, ചപ്പാത്തി, കിഴങ്ങ് വർഗ്ഗങ്ങളിലൂടെ അന്നജം വരുന്നു. ശരീരം അതിനെ കൺവെർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്നു. അത് എനർജി ആയിട്ട് മാറും. അത് ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ് എത്ര വേണം? കുറച്ചു മതി. നമ്മൾ 2 കൈയും കൂട്ടിപ്പിടിച്ചാൽ എത്രയാണോ അത്രേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത്രയല്ല, അത്രയാണ് നമ്മുടെ ആമാശയത്തിന് സഹിതം അതിന്റെ പകുതിയെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ കഴിച്ചാൽ ആളുകളെ തന്നെ കൂടുതൽ ആരോഗ്യം കൂടുതൽ കഴിച്ചാൽ കൂടുതൽ രോഗങ്ങളാണ് വരുന്നത്. പിന്നെയുള്ളതാണ് ഫാറ്റ്. കുറച്ചു മതി, അത്യാവശ്യം വേണം താനും. തീരെ കുറഞ്ഞാൽ ബുദ്ധിമുട്ട്, കൂടിയാലും ബുദ്ധിമുട്ട്. ഈ 3 കോമൺ ആണ്. നാലാമതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക്, ഞാനത് പറയാം. വൈറ്റമിൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വിറ്റാമിനുകൾ, ദെൻ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ, ദെൻ ഫൈബർ. ഈ 7 കറക്റ്റ് കോമ്പിനേഷൻ വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 5നെ 7ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് കറക്റ്റ് കോമ്പിനേഷൻ വന്നാൽ സർവ്വരോഗങ്ങളും മാറും. അതിൽ ആദ്യത്തെ 3 കോമൺ നമുക്കറിയാം. വെള്ളം കുറഞ്ഞാൽ ശരീരം ആവശ്യപ്പെടും, വെള്ളം കൂടി തരാൻ പറയും. തൊണ്ട പറയും. വിശന്നാൽ നമ്മുടെ വയറ് പറയും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞ ശരീരം ഒരിക്കലും അത് ആവശ്യപ്പെടില്ല. അത് എപ്പോഴും ഒരു രോഗമായിട്ട് മാറും. സോ ഈ PVMF എന്ന് പറയുന്ന ഈ 4 പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ, അതിന്റെ കുറവാണ് 70% രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. 70%. ഫാറ്റ് എത്ര വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 20 to 30 grams per day. ആലോചിച്ച് നോക്കുക. കടയിൽ പോയിട്ട് ഒരു പഴംപൊരി വാങ്ങി, കടയിൽ നിന്നൊരു പഴംപൊരി വാങ്ങി, ആ പഴംപൊരി ഒന്ന് നന്നായി പിഴിഞ്ഞാൽ അതിൽ കൂടുതൽ എണ്ണ ഒരൊറ്റ പഴംപൊരിന്ന് കിട്ടും.
ദെൻ കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് എത്രയാണോ അതിന്റെ പകുതി മതി ഒരു ദിവസം ഒരു നേരം കഴിക്കാൻ. വെള്ളത്തിന് കണക്ക് പറഞ്ഞു, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. കുട്ടികൾക്ക് 15 തരത്തിലും മിനറൽസ് വേണം, മുതിർന്നവർക്ക് 13 മതി. ഇതെല്ലാം കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഫുഡ് സപ്ലിമെന്റ് ഉണ്ട്. ഓരോ പോഷകങ്ങളുടെയും കുറവ് ഓരോ തരം രോഗങ്ങളാണ് ഉണ്ടാക്കുക. മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾക്ക് പ്രശ്നം, പ്രതിരോധ ശേഷി കുറയും. കാൽസ്യം കുറഞ്ഞാൽ എല്ല്, പല്ല്. സിങ്ക് കുറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞ കുട്ടി എല്ലാ കാര്യങ്ങളിലും സ്ലോ ആൻഡ് സ്ലഗിഷ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ ഭയങ്കരമായ മുടി കൊഴിച്ചില്, ഇമ്മ്യൂണിറ്റി പവർ കുറയും. ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ ആൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ബീജാണുക്കളുടെ എണ്ണം കൂട്ടാനും ചലനശേഷി കൂട്ടാനും സഹായിക്കുന്നതാണ് സിങ്ക്. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു പുരുഷന്റെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ അയാൾക്ക് ഗ്യാരണ്ടീഡ് ആണ് പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ്. സിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോസ്ഫറസ്, ബോൺ, ടീത്ത്, അയഡിൻ, തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ. നാച്ചുറൽ ആയിട്ടും കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് തേങ്ങ. അപ്പൊ തൈറോയ്ഡ് പ്രശ്നമുള്ള ആളുകൾ ധാരാളം തേങ്ങ കഴിച്ചോളൂ. അകത്തിച്ചീര എന്നൊരു ചെടിയുണ്ട്, അതിന്റെ ഇല കിട്ടാനുണ്ടെങ്കിൽ അതിന്റെ ഇല അരച്ച് ചമ്മന്തിയാക്കി കഴിച്ചോളൂ. തമിഴ്നാട്ടിൽ ധാരാളം കിട്ടാണ്ട്, അവിടെ ധാരാളം ആളുകൾ അതിന്റെ ചമ്മന്തി അരച്ച് കഴിയും. പൊതുവെ തമിഴ്നാട്ടിൽ തൈറോയ്ഡ് രോഗം കുറവാണ്. പൊതുവെ കേരളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഈ അയൺ കുറഞ്ഞാൽ HB ലെവൽ കുറയുന്നു. എനർജി മെറ്റാബോളിസം അത് അത്യാവശ്യമാണ്. പൊട്ടാസ്യം നെർവുകളുടെ ഫംഗ്ഷൻ, അതുപോലെ മസിൽ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ് ഇൻ ദിസ് പ്രസന്റേഷൻ. നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും വരുമ്പോൾ ശരീരം ഒരു ഇൻഡിക്കേഷൻ തരും, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാറില്ല. ഉദാഹരണത്തിന് ഇപ്പൊ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആവും, ചൊറിച്ചിൽ വരും. ഡ്രൈ ആവാനും ചൊറിച്ചിൽ വരാനും വേറെയും പല കാരണങ്ങളുണ്ട്, പക്ഷെ കാൽസ്യത്തിൽ കുറവുണ്ടതുണ്ടാവും. ഭയങ്കര ക്ഷീണം ഉണ്ടാവും കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ. മസിൽ സ്പാസം, അതായത് മസിൽ കോൺട്രാക്ഷൻ വരും, മസിൽ കയറ്റം വരും. ചില ഭാഗങ്ങളൊക്കെ ഈ മസിലുകൾ ഇങ്ങനെ കൂടിപ്പോകുന്ന ഒരു അവസ്ഥ വരും. സിങ്കിന്റെ ഡെഫിഷ്യൻസി, ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ, ഇത് അഡീഷണൽ ആണ്. അതായത് സിങ്ക് കുറഞ്ഞാൽ പല ആളുകളും പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പുണ്ടോന്ന് അറിയുന്നില്ല, എരിവുണ്ടോന്ന് അറിയുന്നില്ല, ഒരു ടേസ്റ്റും ഇല്ല, ഒരു മണവും. എന്താ കാരണം? സിങ്ക്. അവർക്ക് ന്യൂട്രിചാർട്ട് മെന്നോ ന്യൂട്രിചാർട്ട് ഉമണോ കൊടുത്തു കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു വരും. മെഗ്നീഷ്യം ഡെഫിഷ്യൻസി, ലോ അപ്പിറ്റൈറ്റ്, വിശപ്പില്ല. ദെൻ ഫാറ്റീഗ് ആൻഡ് വീക്ക്നെസ്, എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ, ഓക്കാനിക്കാൻ വരിക, നോസിയ. എന്തിന്റെ കുറവാ? മെഗ്നീഷ്യത്തിന്റെ കുറവ്. പ്ലസ് കൈകാൽ കഴപ്പ്, തരിപ്പ്, മരവിപ്പ്, മസിൽ കയറ്റം. ദെൻ ഹൃദയ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, ഹാർട്ട് പാൽപിറ്റേഷൻ എന്ന് പറയും. ചില സമയത്ത് ശരീരം ഇങ്ങനെ വിറയ്ക്കുക. ഇതൊക്കെ മെഗ്നീഷ്യത്തിന്റെ കുറവാണ്. ഇതിനെ പരിഹരിക്കാൻ വേണ്ടത്ര അളവിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെയും ശരീരത്തിൽ വേണ്ട കറക്റ്റ് ആയിട്ടുള്ള പോഷകങ്ങൾ എന്തിലുണ്ട്? ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആയ ന്യൂട്രിചാർട്ട് മെൻ, ന്യൂട്രിചാർട്ട് വുമൻ, ന്യൂട്രിചാർട്ട് കിഡ്സിലുണ്ട്. പൊട്ടാസ്യം ഡെഫിഷ്യൻസി, കോൺസ്റ്റിപ്പേഷന് ഒരു കാരണം. അതിൽ മസിലുകളിൽ കോൺട്രാക്ഷൻ വരുന്നു, ഹാർട്ട് പാൽപിറ്റേഷൻ, ഫ്രീക്വന്റ് യൂറിനേഷൻ, പൊട്ടാസ്യം കുറഞ്ഞാലുണ്ടാവും. ഫ്രീക്വന്റ് യൂറിനേഷൻ പറഞ്ഞാൽ വേറെയും കാരണങ്ങളുണ്ട്. ഇപ്പൊ ഷുഗർ ഉള്ള ആളുകൾ, നല്ലപോലെ ഷുഗർ കൂടി ആളുകൾക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും. ദെൻ ശരീരത്തിൽ അവിടെയും ഇവിടെ ഇങ്ങനെ തരിപ്പുകൾ, ചില ഭാഗങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊരു തരിപ്പ് അനുഭവപ്പെടും. അത് പൊട്ടാസ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. അയൺ ഡെഫിഷ്യൻസി, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, അങ്ങനെ ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് ഇടിക്കുക. ദെൻ കോൾഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കൈയെപ്പോൾ പലരും പറഞ്ഞ കൈയൊക്കെ എപ്പോഴും തണുത്തിരിക്കുക. അയൺ ഡെഫിഷ്യൻസിയാണ്. അതായത് അനീമിയാക്കാണ് അവർ. അതുപോലെ പുവർ മെമ്മറി ആൻഡ് ലാക്ക് ഓഫ് ഫോക്കസ്, ഒന്നിലും കോൺസെൻട്രേഷൻ, ഓർമ്മയൊക്കെ വളരെ പെട്ടെന്ന് ഓർമ്മ. അതൊക്കെ HB ലെവലിന്റെ കുറവ്, അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതിനൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ കുറവ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും. അതിന് നമുക്ക് 23ഓളം ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്. അതിൽ ന്യൂട്രിചാർട്ട് മെൻ ഉണ്ട്, ന്യൂട്രിചാർട്ട് വുമൻ, കുട്ടികൾക്കുള്ളത് കിഡ്സ് ഉണ്ട്, ഷുഗർ പേഷ്യൻസിനുള്ളതുണ്ട്, എല്ലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളതുണ്ട്, പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് അത് കുറയ്ക്കാനുള്ളതുണ്ട്, വളരെ മെലിഞ്ഞ ആൾക്ക് തടി കൂട്ടാനുള്ളതുണ്ട്, ഗ്യാസ്ട്രിക് ഇഷ്യൂസിനുള്ളതുണ്ട്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ളതുണ്ട്, പ്രഗ്നന്റ് ലേഡീസിനുണ്ട്, ദെൻ ജനറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ട്. അങ്ങനെ 23 കാറ്റഗറി പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ന്യൂട്രിചാർട്ട് മെൻ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ്, 13-14 വയസ്സിന് ശേഷമുള്ള ഏത് ആണുങ്ങൾക്കും ഏത് രോഗാവസ്ഥയും ഡെയിലി ഒരെണ്ണം കഴിക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കണം. ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവാൻ വേണ്ടി എന്റെ കൂടെ കൊക്കോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രിചാർട്ട് വുമൺ കഴിക്കാം, അതിന്റെ കൂടെ സ്ട്രോബെറി പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് ന്യൂട്രിചാർട്ട് കിഡ്സ് കഴിക്കാം. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ട സമ്പൂർണ്ണ പോഷകങ്ങൾ അടങ്ങിയ ന്യൂട്രിചാർട്ട് കിഡ്സ് ഒരു 1-1.5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൾ അവരുടെ ഹെൽത്ത് സിറ്റുവേഷൻ 2 തവണ കൊടുക്കാം.
ഒരു ഒന്നര 2 മാസം കൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും, അവരുടെ പ്രതിരോധ ശേഷി കൂടും, ഒരു വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. വെജ് ഒമേഗ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ വേണ്ടത്ര അളവിൽ ഭക്ഷണത്തിലൂടെ കിട്ടാത്തതുമായ ഒന്ന് 24ഓളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കും. ദ ബെസ്റ്റ് റെമഡി ഫോർ ഓൾ ഹാർട്ട് ഇഷ്യൂസ്. അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ന്യൂട്രിചാർട്ട് വ്യൂ ആർക്കും കഴിക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് കഴിച്ചാൽ മതി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അത്രമാത്രം കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. മാക്സിമം ടൈം നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് വരുന്ന ബ്ലൂ റൈസ്, നീല നിറത്തിലെ രശ്മികൾ നമ്മുടെ കണ്ണിൽ പതിച്ച് കണ്ണിന്റെ റെറ്റിനയ്ക്ക് വരുന്ന ഡാമേജിനെ പരിഹരിക്കാൻ ന്യൂട്രിചാർട്ട് വ്യൂവിന് കഴിവുണ്ട്. ഈവൻ ഇത് കഴിച്ച് തിമിരത്തിന്റെ ഓപ്പറേഷൻ വരെ ഒഴിവാക്കിയ ആളുകളുണ്ട്. ന്യൂട്രിചാർട്ട് DHA 200 ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നത്. പ്രായം ചെന്ന ആളുകൾക്ക്, മെമ്മറി ലോസ് ഉള്ള ആളുകൾക്ക്, അൽഷിമേഴ്സും പാർക്കിൻസൺസും ഉള്ള ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന DHA 200 നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റുന്ന 5ഓളം ഔഷധി ചേർത്തുണ്ടാക്കിയ ന്യൂട്രിചാർജ് S5. ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ കിട്ടിയ ഈ പ്രൊഡക്റ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് 2011 മുതൽ RCMൽ ഉണ്ട്. അന്ന് ഒരു പ്രൊഡക്റ്റ്, ഇന്ന് 23 കാറ്റഗറി പ്രൊഡക്റ്റ്. ജനിക്കാൻ പോകുന്ന കുട്ടി മുതൽ പ്രായം ചെന്ന ആളുകൾക്ക് വരെ വേണ്ട എല്ലാ ഇതിലും അടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും വരാൻ പോകുന്നു. അതിൽ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ ക്ലിനിക്കലി പ്രൂവൺ. ന്യൂട്രിചാർട്ട് മെന്നിനെ കുറിച്ച് പറഞ്ഞു. 33 പോഷകങ്ങളാകിയ ന്യൂട്രിചാർട്ട് മെൻ കഴിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദ പേഴ്സൺ വിൽ ബി വെരി ആക്റ്റീവ് ആൻഡ് വെരി എനർജറ്റിക്. ഒരെണ്ണം കഴിച്ചാൽ മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. ഒരു കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇത് വളരെ നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവരുടെ കൗണ്ട് കൂടാനും ബീജാണുക്കളുടെ എണ്ണം കൂടാനും ഇത് സഹായിക്കും. പ്രായം ചെന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഇഷ്യൂസിന് ഏറ്റവും നല്ല പരിഹാരമാണ് ന്യൂട്രിചാർട്ട് മെൻ. കാരണം അതില് സിങ്ക് എന്ന് പറയുന്ന മൂലകം അടങ്ങിയിട്ടുണ്ട്. സോ ന്യൂട്രിചാർട്ട് മെൻ ഇതിന്റെ വില വരുന്നത് ഒരു ചായ കുടിക്കുന്ന പൈസയുള്ളൂ. ഒരു ചായ കുടിക്കുന്ന പൈസ കൊണ്ട് ഒരു പുരുഷന്റെ 60% ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ഇതുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. ന്യൂട്രിചാർട്ട് വുമൺ സ്ത്രീകളുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ്, സ്ത്രീകളുടെ ഒരു സ്പെഷ്യൽ പോഷകാഹാരം. സമ്പൂർണ്ണം എന്ന് പറയില്ലേ, കാരണം അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടില്ല. 13 വൈറ്റമിൻസും 13 മിനറൽസും 13 പഴങ്ങളുടെ സത്തും അടങ്ങിയ 6ഓളം ബൊട്ടാനിക്കൽസും 5ഓളം അമിനോ ആസിഡും ചേർന്ന ന്യൂട്രിചാർട്ട് വുമൺ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥ ഡെയിലി ഒരെണ്ണം കഴിക്കാം. ഇനി HB ലെവൽ വളരെ കുറവാണെങ്കിൽ 1 പോലെ 2 കഴിച്ചോളും. പല കേസുകളുണ്ട് 5ഉം 6ഉം ഒക്കെ HB ലെവലുള്ളത്. അവർക്ക് 2 കഴിക്കാം, രാവിലെ 1 വൈകിട്ട് 1. അതിന്റെ ബെനിഫിറ്റും അത് ഹിമോഗ്ലോബിൻ ലെവൽ കൂടും. ഹിമോഗ്ലോബിൻ ലെവൽ കൂടാൻ സഹായിക്കുന്ന എന്ത് അതിലടങ്ങിയിട്ടുണ്ട്? ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് 21 മില്ലിഗ്രാം അതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പലരും പറയും ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അത് ഫെറസ് സൾഫേറ്റ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസ്. ശരീരത്തിന് 24% മാത്രമേ അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതില് 90% ബയോ അവൈലബിലിറ്റി ഉള്ള ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റിനാണ് ന്യൂട്രിചാർട്ട് വുമൺ ഉള്ളത്. അതായത് 1 കിലോ ചീര കഴിച്ചാൽ കിട്ടുന്ന അത്രയും അയൺ ഇതിലുണ്ട്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ അവരുടെ ഹിമോഗ്ലോബിൻ ലെവൽ കൂടും, അവരുടെ ശരീരത്തിലെ HB ലെവൽ മീൻസ് അയൺ കണ്ടന്റ് കൂടുമ്പോൾ HB ലെവൽ കൂടും, ഓക്സിജന്റെ ലെവൽ കൂടും, നല്ല കൊളസ്ട്രോൾ കൂടും, പ്രതിരോധ ശേഷി കൂടും, ഒരു രോഗങ്ങളും അവരെ ബാധിക്കില്ല. സോ ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ്സ് 2 ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് ആൻഡ് മാനേജിംഗ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് PMS ആൻഡ് മെൻസ്ട്രുവേഷൻ. പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. എന്ന് വെച്ചാൽ മാസമുറ വരുന്നതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, ഛർദി, മൈഗ്രെയിൻ, അങ്ങനെ കുറെ പ്രശ്നങ്ങളെ ഒരേ ഹെഡിങ്ങിൽ പറയുന്നതാണ് PMS. അതിന് ഏറ്റവും നല്ലതാണ്. അതിൽ തന്നെ ചിലപ്പോൾ വളരെ നേരത്തെ പീരീഡ് വരും, പീരീഡ് വന്നാൽ പിന്നെ നിൽക്കില്ല, ചിലപ്പോൾ ഇറഗുലർ പീരീഡ്, കുറെ കോംപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ, പ്രൊലോങ്ഡ് മെൻസ്ട്രേഷൻ, 10ഉം 16ഉം ദിവസം പീരീഡ് ബ്ലീഡിംഗ് ഉള്ള ആളുകളുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം HB ലെവൽ കുറയുന്നതാണ്. അപ്പൊ അതിനെ പരിഹരിക്കാൻ ന്യൂട്രിചാർട്ട് വുമൺ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, മറ്റ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ദെൻ കംപ്ലീറ്റ് ന്യൂട്രീഷൻ നീഡ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. അതായത് ഗർഭാവസ്ഥയിലും പ്രസവത്തിന് ശേഷം മുലയൂട്ടുന്ന സമയത്തും ഒരു സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ, അവരുടെ ഹെൽത്ത് സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കണ്ടന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും? ന്യൂറോ ട്യൂബ് ഡിഫക്ട്, ജനിതക വൈകല്യങ്ങളും, അനീമിയ, പ്രീ ടൈം ബർത്ത്, മാസം തികയാതെ പ്രസവിക്കുക, അതുപോലെ ലോ ബർത്ത് വെയിറ്റ്, കുട്ടിക്ക് ജനിക്കുമ്പോൾ വളരെ വെയിറ്റ് കുറയുക, ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് ജനിക്കാൻ പോകുന്ന മീൻസ് കുട്ടി ചാപിള്ളയായിട്ട് ജനിക്കുക, ദെൻ പ്രീ എക്ലാംസിയ, അതായത് ചില സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ പെട്ടെന്ന് BP ഒക്കെ കൂടും, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ വരാറുണ്ട്. അതുപോലെ പുവർ ഫെറ്റൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച അല്ലെങ്കിൽ വികാസം വളരെ സ്ലോ ആയിരിക്കും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വേണ്ടത്ര അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വേണ്ടത്ര അളവ് ആരാ തീരുമാനിക്കുന്നത്?
ലോകാരോഗ്യ സംഘടന അതിന്റെ കറസ്പോണ്ടിങ് ഓർഗനൈസേഷനാണ് നമുക്കിവിടെ ഇന്ത്യയിൽ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. അവർ പറയുന്ന കണക്കനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെ വേണം അതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ബെനിഫിഷ്യൽ ഫോർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ്, ആരോഗ്യമുള്ള എല്ലിന്, ആരോഗ്യമുള്ള പല്ല്, ഇതിനൊക്കെ നല്ലത്. അതില് സാധാരണ ഇതിന് പ്രശ്നം വന്ന എന്തുണ്ടാവും? ഫ്രാക്ചർ, ബാക്ക് പെയിൻ, എല്ലുകൾക്ക് വേദന, ഡെന്റൽ പ്രോബ്ലംസ്, ഓസ്റ്റിയോപ്രോസിസ്, ഇറഗുലർ പീരീഡ്, കാൽസ്യം കുറഞ്ഞാലും പീരീഡ് ഇറഗുലർ ആവും. അതിനെ സഹായിക്കാൻ ഇതിൽ എന്തടങ്ങിയിട്ട് 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം, 300 മില്ലി നല്ല നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ അതിൽ നിന്ന് ഏകദേശം 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽഷ്യം ഈ ഗുളികയിലുണ്ട്. ഡെയിലി കഴിച്ചോളൂ. ഒരു 1.5-2 മാസം കൊണ്ട് ചെറിയ തരത്തിൽ വേദനകളൊക്കെ മാറും. കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ചെറിയ കേസുകളൊക്കെ ക്ലിയർ ചെയ്യാൻ ഇത് മാത്രം മതി. ദെൻ ഇംപ്രൂവ്സ് മൂഡ് ആൻഡ് റെഗുലൈസസ് സ്ലീപ്പ്. ഇതില്ലെങ്കിലോ ഉണ്ടാകുന്ന രോഗം വിഷാദ രോഗം. ദെൻ മൂഡ് സ്വിങ്സ്, എപ്പോഴും മൂഡ് മാറിക്കൊണ്ടിരിക്കും. ദെൻ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹെൽത്തി സ്ലീപ്പ്, ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്ത അവസ്ഥ, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്, എപ്പോഴും വേവലാതിപ്പെടുക, ഉത്കണ്ഠ, ബ്രെയിൻ ഫോഗ്, ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ, മൂടൽമഞ്ഞ് വീണ ഒരു ഭൂവിഭാഗത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ സ്ഥലകാലബോധം നഷ്ടപ്പെടും. അതേ അവസ്ഥ, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഒന്നിലും ശ്രദ്ധയില്ലാത്ത അവസ്ഥ. ഇതെല്ലാം മാറ്റാൻ സഹായിക്കുന്ന പോഷകങ്ങൾ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ദെൻ ഇംപ്രൂവ്സ് എനർജി ആൻഡ് സ്റ്റാമിന. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സ്ത്രീകളും പകല് മുഴുവൻ പണിയെടുത്ത് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ തീരെ വയ്യ എന്ന് പറയുന്ന കഴിയുന്നവരാ. അതായത് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ വീട്ടിലെ ട്യൂബ്ലൈറ്റ് ഇടാൻ മിക്ക വീടുകളിലും ലോ വോൾട്ടേജ് ആയതുകൊണ്ട് അത് കത്തും കെടും പിന്നെ കത്തില്ല. ഇതേ അവസ്ഥയാ. ആ അവസ്ഥ മാറ്റാൻ ഇത് സഹായിക്കും. ഈ പോഷകങ്ങൾ ശരീരത്തിൽ ഇല്ലെങ്കിൽ എന്തുണ്ടോ? ഫാറ്റീഗ് എന്ന് വെച്ചാൽ എത്ര വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം, എപ്പോഴും ഒരു ഉറക്കത്തിന്റെ അവസ്ഥ, ഒരു സ്ലീപ്പി മൂഡ്, പിന്നെ സ്ലഗ്, എല്ലാ കാര്യങ്ങളിലും സ്ലോ ആയിട്ട് വരിക. ദെൻ ഇറിറ്റബിൾ, ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന അവസ്ഥ. അതിനെ മാറ്റാൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് മെഗ്നീഷ്യം, ഇതെല്ലാം ഫുഡിൽ നിന്ന് എനർജി കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൽ വൈറ്റമിൻ സി ഹെൽപ്സ് ടു റെഡ്യൂസ് ഫാറ്റിക്. ദെൻ 7ാമത്തത് സ്ട്രെങ്തൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാൽ എന്നും വയറിന് കംപ്ലൈന്റ്, ഡയോറിയ, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് വയറ്റുന്ന മോഷൻ പോവുക, ബ്ലോട്ടിങ്, വയറിങ്ങനെ വീർത്ത് കെട്ടി ഗ്യാസ് നിറഞ്ഞിരുന്ന അവസ്ഥ, കോൺസ്റ്റിപ്പേറ്റഡ്, സ്ഥിരമായിട്ട് മലബന്ധം, ദെൻ തൊണ്ടയിൽ എപ്പോഴും കിച്ച് എന്ന് പറഞ്ഞ അവസ്ഥ, വല്ലാത്ത ക്ഷീണം, ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാത്ത അവസ്ഥ, ആൻഡ് ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ. ഇതിനെയൊക്കെ പരിഹരിക്കാൻ ഇതിൽ വേണ്ടത്ര അളവിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ദെൻ കീപ്സ് ദ സ്കിൻ സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് സപ്പിൾ. സ്കിന്ന് വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്. അതിൽ എസ്പെഷ്യലി വൈറ്റമിൻ ഇ ഉണ്ട്, പ്ലസ് നമ്മുടെ പോംഗ്രാനൈറ്റ്, മാതള നാരങ്ങയുടെ സത്ത് ചേർത്തിട്ടുണ്ട്. 13 തരത്തിലെ പഴങ്ങളുടെ സത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതള നാരങ്ങ. സോ ആക്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലിങ്ങനെ കുരുക്കൾ വരിക, കറുത്ത കുരുക്കള്, വെളുത്ത ചുമന്ന കുരുക്കള്, അങ്ങനെയുള്ളത് വരുന്നു. ദെൻ അപ്പിയറൻസ് ഓഫ് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്, ശരീരത്തിൽ പെട്ടെന്ന് ജരാനരകൾ ബാധിക്കുക, പ്രിമാച്ചുർ ഏജിങ്, പ്രായമെത്തുന്നതിന് മുമ്പ് പ്രായമാവുക, സ്കിൻ ഡാമേജ് ഡ്യൂ ടു എക്സ്പോസർ ഓഫ് സൺലൈറ്റ്. ഇതിനെയൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ബൊട്ടാണിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട്, ആന്റി ഓക്സിഡന്റ്, വൈറ്റമിൻസ് ആൻഡ് എവറിത്തിങ് ഇസ് ദെയർ. 9ാമത്തത് ബെനിഫിഷ്യൽ ഫോർ ലോങ് ആൻഡ് ഹെൽത്തി ഹെയർ. ആരോഗ്യമുള്ള മുടിക്ക്, സാധാരണ മുടി എവിടെ കാണാം? ചീർപ്പിലാണ് കാണുക. അപ്പൊ ഇത് തലയിൽ കാണുന്നുണ്ടെങ്കിൽ ന്യൂട്രിചാർട്ട് കൊണ്ട് കഴിച്ചാൽ മതി. അതുപോലെ ഡൾ, ഡ്രൈ, ഫ്രിസി ഹെയർ, ഇങ്ങനെ മുടിയൊക്കെ തെറിച്ചു നിൽക്കുന്ന മുടിയില്ലേ, അതുപോലെ ഉണ്ടാവുന്ന അവസ്ഥ. തിന്നിങ് ഓഫ് ഹെയർ, മുടി വളരെ കനം കുറഞ്ഞു പോകുക, അതുപോലെ പ്രീമാച്ചുർ ഗ്രെയിൻ. ഇത് സർവ്വസാധാരണ. 26 വയസ്സുള്ള ലേഡി കഴിഞ്ഞ ദിവസം കാണാൻ വന്നു, മുടി മൊത്തം നരച്ചിരിക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോ അത്യാവശ്യം 1-2 നരയുള്ളൂ. അപ്പൊ അവര് പറയും ഇതൊക്കെ എണ്ണ തേച്ച് കളർ മാറ്റിയിരിക്കുന്നതാണെന്ന്. അപ്പൊ ഇതാണ് അവസ്ഥ. സോ അതിന് എന്തൊക്കെയുണ്ട്? എല്ലാ തരത്തിലും എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ന്യൂട്രിചാർട്ട് വുമണിലുണ്ട്. മാത്രമല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മുടി, നഖത്തിന് അത്യാവശ്യമാണ്. നഖത്തിന്റെ ആരോഗ്യം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആളുടെ ശരീരത്തിൽ എത്രമാത്രം ഹീമോഗ്ലോബിൻ ഉണ്ട് എന്നുള്ളത്. ചില ആളുകളിൽ നഖം പൊട്ടിപ്പോവും, നഖം വളരില്ല, പെയിൽ, വിളറിയ കളറുള്ള നഖം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെ പരിഹരിക്കാൻ അതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, ഇഷ്ടംപോലെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സോ ഇത് ചെക്ക് ചെയ്യാൻ നമ്മളിലൊരു ഒരു വിഷ്വൽ എയ്ഡ് പോലെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അനീമിയ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ. ഒരാളെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 6 കണ്ണ് കാണാനുണ്ട്. ആദ്യത്തെ 3 കണ്ണ് അത്യാവശ്യം ചുവപ്പ് കളർ ഉണ്ട്. അതിൽ താഴെ കാണുന്ന 3 കണ്ണിലോ കൺപോളയിൽ എന്താ അവിടെ കളറൊന്നുമില്ല, ഹീമോഗ്ലോബിൻ കുറവാ. ദെൻ അതാണ് ഒരു ഡോക്ടർ അടുത്ത് ചെയ്യുന്ന ഡോക്ടർ നമ്മുടെ കണ്ണ് പിടിച്ചു നോക്കണത്. പിന്നെ നമ്മുടെ നഖം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നഖം ചില ആളുകൾ നഖം സ്പൂണ് പോലെ കുഴിഞ്ഞിരിക്കും, അവരുടെ HB ലെവൽ വളരെ കുറവാ. നഖം
ലൈറ്റ് റോസ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ ആയിരിക്കണം. ചില ആൾക്ക് നഖത്തിന് കളറേ ഉണ്ടാവില്ല, ഡാർക്ക് കളറ്. പിന്നെ വളരെ വിലറിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദർ ഇസ് നോ HP. നല്ല നാവ്. നാവാണ് ശത്രു, നാവാണ് മിത്രം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ചുവന്ന നാവ് ഹിമോഗ്ലോബിൻ ഉള്ള ഒരാളുടെ ലക്ഷണമാണത്. അത്യാവശ്യം കുറച്ച് വെളുപ്പ് കളറുണ്ട്, അവസാനത്തിൽ തീരെ ഹിമോഗ്ലോബിൻ കാരണം വെളുത്തിരിക്കുന്നു. ഞാൻ കണ്ട മിക്ക നാക്കുകളും കറുത്ത നാക്കാ, എന്ന് വെച്ചാൽ ഹിമോഗ്ലോബിൻ തീരെയില്ല. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് അസസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ന്യൂട്രിചാർട്ട് ഊണൊക്കെ സജസ്റ്റ് ചെയ്യാം. കൈപ്പത്തി കണ്ടാൽ അറിയാൻ പറ്റും. കൈപ്പത്തിയിൽ റോസ് കളർ, ലൈറ്റ് റോസ്, ലൈറ്റ് പിങ്ക് കളർ ആണെങ്കിൽ അവിടെ ഹിമോഗ്ലോബിൻ ഉണ്ട്. അതിലെ വരകൾ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹിമോഗ്ലോബിൻ ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാളെ അസസ് ചെയ്യാൻ പറ്റും. ഒരു ലാബിലും പോകണ്ട, ഒരു ബ്ലഡും ടെസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, അവർക്കൊക്കെ നമുക്ക് ന്യൂട്രിചാർട്ട് വുമൺ സജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം വിലയുണ്ട്, പക്ഷെ അതിന്റെ ഗുണമുണ്ട്. 440 RC മെമ്പേഴ്സിന് കിട്ടും. അതിന്റെ PVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് സെയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ വരുമാനം ഉണ്ടാക്കാം. ഒരെണ്ണം വിറ്റാൽ 110 രൂപ കിട്ടും. ഡെയിലി ഒരു 10 വിറ്റ് കഴിഞ്ഞാൽ ഒരു മാസം ഏകദേശം ഒരു 50,000 രൂപ ബോണസ് ഉൾപ്പെടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത്രയും കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളിലുണ്ട്. ഇത് വേണ്ടാത്ത ഒരു മനുഷ്യൻ എവിടെയില്ല. ഒരു സ്ത്രീക്ക് ഇത് വേണ്ടാത്തല്ല. 13ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് പലർ മുഖേന ഞാനിത് കൊടുത്തയക്കുന്നുണ്ട്. ന്യൂട്രിചാർട്ട് വുമൺ നല്ലൊരു ശതമാനം വിദേശികൾ ഉപയോഗിക്കുന്നുണ്ട്. വിദേശത്തുള്ള മലയാളികൾ കുറച്ചുപേരും അല്ലാത്തവർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് സജസ്റ്റ് ചെയ്യാം അല്ലേ? അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. പ്രോട്ടീൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം 8-9 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രോട്ടീൻ ഷുഗർ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലെ ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാൻ പ്രോട്ടീൻ നല്ലതാണ്. അതുപോലെ ഫാറ്റ് ബേണിംഗ്, പല ആളുകളും പറയാറുണ്ട് പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുന്നു. പ്രോട്ടീൻ കഴിച്ചിട്ട് ആരും തടിച്ചിട്ടില്ല. മസിൽ ഇംപ്രൂവോ, അത് വേണ്ടതാണ്. ദെൻ സ്റ്റിമുലേഷൻ ഓഫ് മസിൽ ബിൽഡിംഗ്. മസിൽ ബിൽഡിംഗ്, പ്രോട്ടീൻ ഈസ് ദ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക്. ഇംപ്രൂവ്സ് ലേണിംഗ് ആൻഡ് മെമ്മറി. നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ നല്ലതാണ്. പ്രൊമോട്ട്സ് പോസിറ്റീവ് മൂഡ്. പ്രോട്ടീനൊക്കെ വേണ്ടത്ര ചെന്ന് കഴിഞ്ഞാൽ നല്ല എനർജി ആയിരിക്കും. എപ്പോഴും നമുക്ക് എനർജിയോടുകൂടി സംസാരിക്കാൻ പറ്റും. ഇല്ലാത്ത ആളുകൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും ഡൾ ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹാർട്ട് ഹെൽത്ത്, ഹൃദയാരോഗ്യം. കാരണം എന്താ, ഹൃദയം ഒരു മസിലാണ്. നമ്മുടെ വലത്തേക്ക് അതിന്റെ മുഷ്ടിയുടെ സൈസുള്ള ഒരു മസില്. ആ മസിൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. പ്രോട്ടീൻ കുറഞ്ഞാൽ ഹാർട്ടിന്റെ വർക്ക് വീക്കാവും. ദെൻ സ്ലോസ് ദ ഏജിങ് പ്രോസസ് ആൻഡ് പ്രൊമോട്ട്സ് ലോങ്ങവിറ്റി. പ്രായമാകുന്നതിന് പതുക്കെയാക്കാൻ പ്രോട്ടീൻ നല്ലതാണ്. ഒപ്പം ദീർഘായുസിന് നല്ലതാണ്. ദെൻ ഇംപ്രൂവ്സ് ബോൺ ഡെൻസിറ്റി. കാരണം എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്. ആ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെങ്കിൽ എല്ലുകൾ വീക്കാവും. ദെൻ കൊക്കോ പ്രൊഡക്റ്റ്, സ്ട്രോബെറി പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ പ്രോട്ടീന്റെ കണ്ടന്റ്, അതിന്റെ സോഴ്സ് കൊക്കോ ബേസിക്കലി ഒരു മൂഡ് എൻഹാൻസർ ആണ്. എപ്പോഴും ഒരു പോസിറ്റീവ് മൂഡ് നിലനിർത്താൻ അത് സഹായിക്കും. ഒപ്പം അത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് എപ്പോഴും കുറച്ച് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. പുറത്ത് നിന്നുള്ള ഭക്ഷണമൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട്. അവർക്ക് കൊക്കോ പ്രൊഡക്റ്റ് കൊടുക്കാം. ദെൻ സ്ട്രോബെറി പ്രൊഡക്റ്റ്, അത് സ്ട്രോബെറി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് കഴിച്ച് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു ന്യൂട്രിചാർട്ട് വുമൺ കൂടി കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്കിന്നിന്റെ കളർ കൂടും. അങ്ങനെ കളർ കൂടിയ ആയിരക്കണക്കിന് ആളുകളെ എനിക്കറിയാം. സോൾ പ്രോ, ഹയസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ. എല്ലാ പ്രോട്ടീനും ബേസിക്കലി ഒരേ പർപ്പസ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഏതിന്റെ കൂടെയും വേണമെങ്കിൽ ചേർക്കാൻ പറ്റും. ട്രൈബ്ലെൻഡ് പ്രോട്ടീൻ ഏത് ഭക്ഷണത്തിന്റെ കൂടെയും കഴിക്കാം. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ചോറിന്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഈവൻ ചായയുടെ കൂടെയും ചേർത്ത് കഴിക്കാം. ഇതിന് ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചേരുവകൾ ഇതിലുണ്ട്. പ്ലസ് പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പംകിൻ സീഡ് പ്രോട്ടീൻ. അതും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സോയ പ്രോട്ടീൻ, പംകിൻ സീഡ് പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, മത്തങ്കുരു നിൽക്കുന്ന പ്രോട്ടീൻ. ദെൻ കേസർ പിസ്ത പ്രോഡക്റ്റ് 6.4 പ്രോട്ടീൻ പെർ സ്കൂപ്പ്. ഇംപ്രൂവ് മൂഡ് ആൻഡ് റെഡ്യൂസ് ആങ്സൈറ്റി. ഭയങ്കരമായിട്ട് വേവലാതിയുള്ള ആളുകൾക്ക് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യാം. ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാം. കാരണം എന്താ, അതിൽ കുങ്കുമപ്പൂവുണ്ട്. ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് കാൽഷ്യം അബ്സോർപ്ഷൻ. അതിന്റെ സാന്നിധ്യത്തിൽ കാൽഷ്യം ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. പിസ്ത ഇസ് വെരി കോസ്റ്റ്ലി. ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, കാൽഷ്യം, അയൺ ആൻഡ് ഫോലേറ്റ്. അത് ഒരു ഗർഭിണിയായ സ്ത്രീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച സമഗ്രമായിരിക്കും. ഗുഡ് സോഴ്സ് ഓഫ് ഫൈബർ, എയ്ഡ് ഡൈജഷൻ. അപ്പോൾ ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് നല്ല ഡൈജഷനും നല്ലതാണ്. ദെൻ ന്യൂട്രിചാർട്ട് കിഡ്സ് ഫോട്ടോ പഴയതാണ്, 800 വില. 48 പോഷകങ്ങളാണെങ്കിൽ ന്യൂട്രിചാർട്ട് കിഡ്സ് കുട്ടികളുടെ സമ്പൂർണ്ണ പോഷകാഹാരം. മറ്റുള്ളതൊന്നും സമ്പൂർണ്ണമല്ല, ഭാഗികമാണ്. ഇത് സമ്പൂർണ്ണമാണ്. ഒരു 1.5-2 വയസ്സിന് ശേഷമുള്ള ഒരു കുട്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മാസം കൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും, അവരുടെ പ്രതിരോധ ശേഷി കൂടും, അവർക്ക് ഒരു അസുഖം വരില്ല. കാരണം
കുട്ടിയുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ്, ഡയറ്ററി ഫൈബർ, 3 തരത്തിലുള്ള പ്രോട്ടീൻ, അതിനൊക്കെ പുറമെ 10ഓളം പച്ചമരുന്നുകൾ, കീഴാർനെല്ലി, പച്ചമുന്തിരി, ഇരട്ടിമധുരം, പനിക്കൂർക്ക, അയമോദകം, ഇഞ്ചി, കറുവാപ്പട്ട, തുളസി തുടങ്ങി 10ഓളം പച്ചമരുന്നുകൾ ചേർത്ത് ന്യൂട്രിചാർജ് കിഡ്സ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൂടുതൽ അവരുടെ ശ്വാസം മുട്ട് മാറും, കഫക്കെട്ട് മാറും കുറയുന്നല്ല പറഞ്ഞ് മാറും. കാരണം കൊടുത്ത എല്ലാവർക്കും മാറിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടിന് ട്രീറ്റ്മെന്റ് എടുത്ത ആളുകളുണ്ട്. അവർക്ക് ഇത് കൊടുത്ത് 2-3 മാസം കൊണ്ട് അതിന്റെ തീവ്രത കുറഞ്ഞു, ഇൻഹേലറിന്റെ ഉപയോഗം കുറച്ചു, പിന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത 100 കണക്കിന് ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. സോ യു കെൻ ഓൾസോ സജസ്റ്റ്. ഇത് 2 ഫ്ലേവറിൽ വരുന്നുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, മാംഗോ ഫ്ലേവർ ഉണ്ട്. മാംഗോ ഫ്ലേവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് വൈറ്റമിൻ കണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അൽഫോൺസ മാംഗോ ചേർത്തിട്ടുണ്ട്. അപ്പൊ കണ്ണിന് പ്രശ്നമുള്ള ആളുകൾക്ക് അത് കൊടുക്കാം. വെജോമയെ കുറിച്ച് പറഞ്ഞു. ശരീരത്തെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടാത്തതും ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഹൃദയാരോഗ്യത്തിനാണ്. ഏറ്റവും ബെനിഫിറ്റ്. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ഹാർട്ട് റിതം, ഹൃദയ താളത്തെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡ്. ബ്രെയിനിന്റെ ഫംഗ്ഷൻ നല്ലത്, തലവേദന മൈഗ്രെയിൻ കുറയ്ക്കാൻ നല്ലത്, കണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ നല്ലത്, തൈറോയിഡിന് ഹൈലി ബെനിഫിഷ്യൽ, ലങ്സിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നല്ലത്, ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അല്ലെങ്കിൽ എജിലിറ്റിക്ക് നല്ലത്. ദെൻ 3 തരത്തിലെ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നല്ലത്. ന്യൂട്രിചാർജ് വെജ് ഒമേഗ ദ മാസ്റ്റർ പീസ്. കണ്ണിന്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ ലൂട്ടീനും സിയോസാന്തിനും ചേർത്ത ന്യൂട്രിചാർജ് വ്യൂ. ചെണ്ടാമല്ലിപ്പൂ അല്ലെങ്കിൽ ചെട്ടിമല്ലിപ്പൂവിൽ നിറക്കുന്ന ലൂട്ടീൻ ആൻഡ് സിയോസാന്തിൻ ശരിയായ അളവിൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഡെയിലി ഒരെണ്ണം രാത്രി കഴിക്കാം. കൂടെ ന്യൂട്രിചാർജ് DHA 200 കൂടി കഴിച്ചു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടും. കരിഞ്ജീരകം, ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴ, പുതിന തുടങ്ങി 5ഓളം ഔഷധികൾ ചേർത്തുണ്ടാക്കിയ ന്യൂട്രിചാർജ് SY. RCMലെ പാരസെറ്റമോൾ എന്നൊക്കെ പറയും. പനി വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ, കഫക്കെട്ട് വരുമ്പോൾ, തുമ്മൽ വരുമ്പോൾ, സ്കിൻ പ്രോബ്ലം വരുമ്പോൾ, കൊളസ്ട്രോൾ വരുമ്പോൾ, ഷുഗർ വരുമ്പോൾ, ട്രൈഗ്ലിസൈഡ്സ് കൂടുമ്പോൾ എല്ലാറ്റിനും നല്ലത്. നാച്ചുറൽ ആണ്. ദർ ഇസ് നോ സൈഡ് എഫക്ട്. കാരണം എല്ലാം ഹെർബൽസ് ആണ് അല്ലെ. ദെൻ DHA 200 ഗർഭിണികൾക്ക് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മുലയൂട്ടുന്ന അമ്മമാർക്ക് 1 വീതം 2 നേരം കഴിക്കാം. അപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ 6 മാസത്തിന് ശേഷം അവർക്ക് ഒരു ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് കൊടുക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 70% ബ്രെയിൻ ഡെവലപ്മെന്റ് ആദ്യത്തെ ഗർഭാവസ്ഥയിൽ നടക്കും. പിന്നെ ഒരു 25% 5 വയസ്സിനുള്ളിൽ, ബാക്കിയുള്ള ഒരു 5%-ത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ബ്രെയിനിന്റെ ആക്ടിവേഷൻ കഴിഞ്ഞു, ഡെവലപ്മെന്റ് കഴിഞ്ഞു, ഓൺലി മെയിൻ്റെനൻസ്. ആ മെയിൻ്റെനൻസെങ്കിലും നന്നായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. അപ്പോൾ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് കുട്ടികൾക്ക് ആൻഡ് ബ്രെയിൻ ഗ്രോത്ത്, ദെൻ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, അതുപോലെ തന്നെ ഇൻക്രീസ് ലേണിംഗ് എബിലിറ്റി. ഇതൊക്കെ മണിക്കൂറുകൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്നല്ലോ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി എന്റെ വീട്ടിലുണ്ട്. ശരിക്കും വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്, അൺബിലീവബിൾ ആണ്. അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറയ്ക്കാൻ സാധിക്കുന്ന ന്യൂട്രിചാർജ് SNF. അതിലെ ഫാറ്റ് ബേർണേഴ്സ്, കൊടംപുളിയുടെ സത്ത്, പച്ചക്കാപ്പിക്കുരുവിന്റെ സത്ത്, CLO കോൺജുഗേറ്റഡ് ലിനോലിക് ആസിഡ് ഉള്ള ഫാറ്റിനെ ബേൺ ചെയ്യുകയും ഫർദർ ഫാറ്റ് ഡെപ്പോസിറ്റ് തടയും ചെയ്യും. അതും ക്ലിനിക്കലി പ്രൂവൺ. അത്താഴത്തിന് പകരമായിട്ട് 40 ഗ്രാം തൂക്കമുള്ള സാഷെ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ആവറേജ് ഒരു 2.25 മുതൽ 3.25 തൂക്കം ഫാറ്റ്, മസിലല്ല കുറയാം, ഫാറ്റ് പതുക്കെ കുറയും. പക്ഷെ തുടക്കത്തിൽ കുറയില്ല. 1-2 മാസം കഴിയുമ്പോൾ പതുക്കെ കുറഞ്ഞു വരും. സീരിയസ് ആയിട്ട് ലഭ്യമാനമുള്ള ധാരാളം ആളുകളുണ്ട്. മുട്ടുവേദന, മുട്ടിന്റെ ചിരട്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസുകൾ വരെ ഓപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ന്യൂട്രിചാർജ് BJ. വൈകിട്ട് 5-നും 7-നും ഇടയ്ക്ക് ഒരു ഗുളിക, മഞ്ഞ കളറിൽ ഒരു ഗുളിക കഴിക്കുക. ഒരു സാഷെ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. പതുക്കെ എല്ലുകൾക്കിടയിലെ ഗ്യാപ്പ് ഫില്ലാവും. സൈനോവൽ ഫ്ലൂയിഡിന്റെ കറക്റ്റ് കോൺസെൻട്രേഷൻ വരും. എല്ലുകളുടെ ഡെൻസിറ്റി കൂടും, വേദന കുറയും. പക്ഷെ കുറച്ച് വിലയുണ്ട്, അതിന്റെ ഗുണമുണ്ട്. റെഗുലർ ആയിട്ട് കഴിക്കുക. അതിന്റെ കൂടെ PVMF കമ്പൽസറി ആണ്, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. ഷുഗർ പേഷ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഗ്ലൈസം ടാബ്ലറ്റ് ഉണ്ട്, ഗ്ലൈസം പ്രോഡക്റ്റ് ഉണ്ട്. ഇതും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ട് വർഷങ്ങളായിട്ട് ഇൻസുലിൻ എടുത്ത ഒരാളെ എനിക്കറിയാം, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തി, പേര് ഞാൻ ഓർക്കുന്നില്ല. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. രാവിലെ വെറും വയറ്റിൽ ഒരു ഗുളിക വായിൽ അലിയിച്ച് കഴിക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ഒരു സ്കൂപ്പ് ഗ്ലൈസം പ്രോഡക്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. അമിതമായ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കൊടംപുളിയുടെ സത്ത് വരെ അതിലുണ്ട്. സോ നാച്ചുറൽ ആയിട്ട് ഇതൊക്കെ നമുക്ക് കുറയ്ക്കാം. ഇത് ഒരു മരുന്നല്ല, ഒരു രോഗത്തെ മാറ്റാൻ പറ്റുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങളെ ആശ്രയിച്ചാണ് രോഗശമനം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ മഴയുടെ സീസണാണ്. ധാരാളം ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ട്. ഇനി മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ലിവറിനെ ഡീടോക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഇതിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ല.
നമ്മുടെ ശരീരത്തിലെ എല്ലാ കാലത്തും വളർന്നുകൊണ്ടിരിക്കുകയും എല്ലാ കാലത്തും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവയവമുണ്ട്. അതിന്റെ പേരാണ് ലിവർ, കരൾ. 72 ഔഷധികൾ ചേർത്ത് ന്യൂട്രിചാർട്ട് ബയോഏജ് റെഗുലർലി അത്താഴത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഒരെണ്ണം കഴിച്ചാൽ ഒന്ന് ലിവറിന്റെ കംപ്ലൈന്റുകളെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ രക്തശുദ്ധീകരണം നടക്കും. അതുപോലെ തന്നെ ദഹനവ്യൂഹത്തില് നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതായി പോയ മൈക്രോ ഓർഗാനിസത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും. എല്ലാറ്റിനും നല്ലത് നിങ്ങളെ ചെറുപ്പമാക്കി നിലനിർത്താൻ ഈ ബയോളജി നല്ലതാണ്. ഇതിലെ മെയിൻ കണ്ടന്റ് ആണ് കൂവളത്തിന്റെ കായ. കൂവളം സർവ്വവിഷഹാരിയാണ്. തഴുതാമ ലിവറിന് ഏറ്റവും അങ്ങനെ ന്യൂട്രീഷനും പോഷക സമൃദ്ധമായ ഭക്ഷണവും 30% എക്സസൈസും. ഗുഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഒരു സെഗ്മെന്റ് ഉണ്ട്, നോൺ വെജിന് പകരക്കാരൻ. നോൺ വെജ് കഴിക്കുന്നത് നമ്മൾ ടേസ്റ്റിന് വേണ്ടി, രുചിക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അതെല്ലാം കിട്ടും. അതിന്റെ കൂടെ കിട്ടുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. രണ്ടാമത് കിട്ടുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ്. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോൺ വെജിന്റെ അതേ ഗുണവും എന്നാൽ യാതൊരു ദോഷങ്ങളും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ് ഔട്ട് സെഗ്മെന്റ്സിലെ മാജിക്കൽ പ്രൊഡക്ട്സ്. വെജിറ്റേറിയൻ ബൈസ് 2 പേരുണ്ടാക്കി ഇരുന്ന് കഴിച്ചു ഞാൻ. ഇന്ന് രാവിലെ നൂഡിൽസ് കഴിച്ചു, പ്രോട്ടീൻസിന്റെ കറി ഇന്നലെ കഴിച്ചു. എവറി ഡേ ഐ എം യൂസിങ്. ഐ എം ഹെൽത്തി, യു കൻ ഓൾസോ ബി ഹെൽത്തി ബൈ യൂസിങ് ദിസ്. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. കോസ്മെറ്റിക്സ് ഉണ്ട്. കീസോൾ എന്ന് പറയുന്ന സെഗ്മെന്റ് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ആ സെഗ്മെന്റ് ഒദൻസ, അതിന്റെ ഷർട്ട് ധരിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് എടുക്കുന്നത്. കംപ്ലീറ്റ് ഹരിസഞ്ജീവനി, ഓർഗാനിക് ഫാമിംഗ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മണ്ണ് കേടായപ്പോൾ, മണ്ണ് നശിച്ചു പോയപ്പോൾ മണ്ണിന് വിളവുകൾ ഇല്ലാണ്ടായി. അപ്പൊ ആ വിളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ രാസവളങ്ങൾ ചേർത്തു. ആ രാസവളങ്ങളുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ കൂടുതൽ രോഗികളായി. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓർഗാനിക് ഫാമിംഗ്. അതിൽ ഗാർഡൻ ഗോൾഡ്, ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ, എന്തെങ്കിലുമൊക്കെ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റുകൾ. ഗ്രേഡ് 1 സോപ്പ്, 14 തരത്തിലുള്ള സോപ്പ്, 13 എണ്ണം ഗ്രേഡ് 1 സോപ്പ്. ദെൻ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, വാഷിംഗ് പൗഡർ, ടോയ്ലറ്റ് ക്ലീനർ, എല്ലാം നമ്പർ 1. ചപ്പലുകള്, ബാഗുകള്, കുട്ടികൾക്കുള്ള ബാഗുകൾ. ദെൻ വീട് മനോഹരമാക്കാൻ സഹായിക്കുന്ന തുളസി പെയിന്റ്. ഒരു നല്ല വീട് എക്സ്റ്റേണലി നമ്മൾ കാണുമ്പോൾ ആ പെയിന്റ് അടിച്ച് ആദ്യം കാണും. ഓക്കെ, സോ ആരോഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ്. ഇതെല്ലാം കൂടി കിട്ടുമ്പോൾ ആരോഗ്യം ഉണ്ടാവും. സോ രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷത്തിന്റെ രൂപത്തിൽ വരിക. ജീവിത ചെലവ് ചുരുങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലെ? 470 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ചായപ്പൊടിക്ക് പകരം 300 രൂപയ്ക്ക് ഒരു ചായപ്പൊടി അതിനേക്കാൾ നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഹാപ്പി. 53 രൂപ വിലയുള്ള ഒരു ഗ്രേഡ് 1 സോപ്പിന് പകരം 35 രൂപയ്ക്ക് ഒരു ഗ്രേഡ് 1 സോപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഹാപ്പി. സോ രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ചെലവ് ചുരുങ്ങുമ്പോൾ സന്തോഷമാണ്. വരുമാനം കിട്ടുന്ന ദിവസം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. സ്വദേശി ഉൽപ്പന്നങ്ങൾ, RCM ഉൽപ്പന്നങ്ങൾ 100% ഇന്ത്യനാണ്. ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു, എയർഫോഴ്സിലായിരുന്നു. എനിക്കൊരു സ്വദേശി ഫീലിംഗ് എപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾക്കും തോന്നിയാൽ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ നാടും രക്ഷപ്പെടും. സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാടിന്റെ വളർച്ചയിൽ നമുക്കൊരു പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം. ആളുകളെ സഹായിക്കാൻ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. എത്രമാത്രം രോഗികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്റെ വീട്ടിൽ നിന്ന് 4-5 കിലോമീറ്റർ ദൂരെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. തൃശ്ശൂർ പൂരത്തിനൊക്കെ തിരക്കാണ് അവിടെ. ഞാൻ പലപ്പോഴും പോകാറുണ്ട്, ആരെങ്കിലും കാണാനൊക്കെ വേണ്ടി പോകാറുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലേ? അപ്പോ നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ആയ എഫർട്ടിൽ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും. അത് ഏത് രൂപത്തിലും നമുക്ക് സഹായിക്കാം. നല്ല ബന്ധങ്ങൾ, RCMലൂടെ നമുക്ക് ഇഷ്ടംപോലെ ബന്ധങ്ങൾ കിട്ടും. എവിടെ പോയാലും ആരെങ്കിലൊക്കെ ഉണ്ടോ. അത് ഞാൻ കാനഡയിൽ പോയപ്പോഴും, എന്തിനധികം ഈ അടുത്ത് ബാലിയിൽ പോയപ്പോഴും അവിടെ ഒരു RCM മെമ്പറെ കണ്ടു. ഭയങ്കര സന്തോഷം. നല്ല ബന്ധങ്ങൾ നമുക്ക് സന്തോഷം തരും, അറിവുകൾ നമുക്ക് സന്തോഷം തരും. ഇത് സ്കൂൾ ക്ലാസ്സിലോ കോളേജ് തലങ്ങളിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്ന പഠനമല്ല. ഇത് ഒരു മനുഷ്യനെ എങ്ങനെ നന്നായിട്ട് ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്, വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് RCM. അറിവുകൾ നമുക്ക് സന്തോഷം തരും, അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും. ഈ ബിസിനസ്സിൽ RCM ഒരു ബിസിനസ് ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാലൊരു ബിസിനസ് ആണെന്ന് വെച്ചാൽ ആണ്. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാനുള്ള അവസരമുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. വലിയൊരു കൂട്ടായ്മ, 4.25 കോടി ജനങ്ങളുടെ കൂട്ടായ്മയെ
1 കോടി 144 കോടി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഇനി ഇത് കേൾക്കാൻ പോകുന്ന വ്യക്തികൾക്കുണ്ട്. നമ്മൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ അതിന് കഴിയും. കാരണം ആരോഗ്യം വേണ്ടാത്ത ഒരു മനുഷ്യനുമില്ല, സാമ്പത്തികമായ ഉന്നമനം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. ഇതൊക്കെ എല്ലാവർക്കും വേണം. ഒപ്പം നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലും നമുക്ക് സന്തോഷം നൽകും. ഈ എല്ലാ സന്തോഷങ്ങളും നൽകാൻ പര്യാപ്തമായ ഒരു സംവിധാനത്തിലാണ് കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനമാണ് യോഗ എന്ന് പറഞ്ഞ മേഖല. അതിനെ 100% അന്വർത്ഥമാക്കുന്ന RCM എന്ന പ്രസ്ഥാനവും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എല്ലാ കാലത്തും ഈ സന്തോഷം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM.